Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ആരുമില്ലേ? നിങ്ങൾ 4 പേരേ ഉള്ളൂ. സ്കൂളൊക്കെ അല്ല തുറന്നു. മാം എല്ലാം വരാറുണ്ട്. എന്തിനാ ഒന്ന് ലേറ്റ് ആയി തോന്നുന്നു. ഞാൻ നേരത്തെ വന്നോണ്ടോ? അതെ, സാധാരണ നിങ്ങൾ ലേറ്റ് ആയി വരും, ഞങ്ങളൊക്കെ ഫാസ്റ്റ് ആയി വരും. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ട? വെയിറ്റ് ചെയ്യണം. 2 minutes വെയിറ്റ് ചെയ്ത് നോക്കാല്ലേ അവര് വരുന്നത്. Okay. എല്ലാവരും ജോയിൻ ആകും. Join ആവുന്നുണ്ട്. പതുക്കെ അങ്ങനെ ജോയിൻ ആകുമല്ലേ? ഫുഡ് കഴിച്ചോ മാം? ഇല്ല, ഭക്ഷണം കഴിച്ചില്ലേ, ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അത് ശരി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് മാം നേരത്തെ വന്നു, പിള്ളേരൊക്കെ താമസിച്ചല്ലേ? ഞാൻ നല്ല കുട്ടിയെ ഇങ്ങനെ വന്നതായിരുന്നു. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ക്ലാസ്? നന്നായി പോകുന്നു മാം, നന്നായി പോകുന്നുണ്ട്. ഷെഡ്യൂൾ പറ്റുന്നുണ്ടോ? വീട്ടിലെ കാര്യങ്ങളും മറ്റു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇച്ചിരി ബിസിയാണ് മാം, ഇച്ചിരി മൊത്തത്തിൽ തിരക്ക് കൂടി. അതെ, ഇപ്പൊ ഒന്നിനും സമയം കിട്ടുന്നില്ല, ഫുൾ ബിസിയാ. കുറച്ച് എനർജിയും കൂടി കാണും അല്ലെ? നമ്മളങ്ങ് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ സമയമില്ലല്ലോ. സത്യം, എപ്പോഴും ബിസിയാണ്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പോലും സമയമില്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്തോണ്ടേ ഇരിക്കുക. അതെ അതെ. വീട്ടിലെ ജോലി കഴിഞ്ഞാൽ അടുത്ത ഈ വർക്കാ, ഫുൾ വർക്ക്. എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ ഇന്ന് പ്രേയറൊക്കെ പറയാനുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടോ? പ്രേയർ ആരും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ ചൊല്ലാം മാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൽ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ, ഹൃദയക്ഷതയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ, താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഒരു ഇംപ്രൊവൈസേഷനും ഉണ്ടായിരുന്നു അല്ലെ, സുജിയുടേതായിട്ടുള്ള രീതിയിലൊരു ടോണില്. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് ഈ പാട്ട് കുറേ കേട്ടതാ. കസിൻസ് എല്ലാരും കൂടെ ഒരു വീഡിയോയും ചെയ്തു ഈ പാട്ട് വെച്ചിട്ട്. പല ഭാഗത്തായിട്ട് എല്ലാരും ഇരിക്കുമല്ലേ, അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത്, കോവിഡ് സമയത്ത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സൈനിങ് ഞാൻ പറയാമോ? പ്ലീസ്. ബഹുമാനപ്പെട്ട ജിഷ മിസ്സിനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ വിദ്യ. ഇന്നത്തെ ഈ സെക്ഷനിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും ഇത്രയും സജീവവും വിജ്ഞാനപ്രദവുമാക്കാൻ സഹായിക്കുന്ന ജിഷ മിസ്സിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു നല്ല സെഷൻ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നന്ദി. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ ഫൈൻ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നേ? സെക്കൻഡ് റെക്കോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാം. സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടില്ല അല്ലെ?
അപ്പോ ഇന്ന് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, കാരണം കുട്ടികളെ എഴുതിപ്പിക്കുക എന്നത് വെച്ചാൽ കുഞ്ഞു കുട്ടികളെ അവർ എഴുതി തുടങ്ങാൻ ഒത്തിരി ഒരു പ്രയാസമാണല്ലേ. അവര് പറയും കൈ വേദന എടുക്കണു, എന്നെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോ സാധാരണ അപ്പൊ ഒരു കഴിഞ്ഞ ബാച്ചിൽ ഒരു കുട്ടി പറയുമായിരുന്നു, മോന് 7 വയസ്സായി ഇപ്പോഴും അവൻ കൈ വേദന എടുക്കുന്നു എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരും, കാരണം അവന് മടിയാണെന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നതെന്ന് പറയും. ആക്ച്വലി കുട്ടികൾക്ക് മടിയല്ല, അവർക്ക് എഴുതണമെങ്കിൽ ഇവരുടെ വിരലുകളിലെ ചെറിയ മസിൽസ് ഡെവലപ്പ് ചെയ്യണം, സ്ട്രോങ് ആവണം. ഫൈൻ മോട്ടോർ സ്കിൽസ് ജനിച്ച ഉടനെ തന്നെ വലിയ മസിൽസ് ആണ് ഡെവലപ്പ് ആകുന്നത്. അതുകൊണ്ടാണ് അവര് ഇങ്ങനെ കമിഴ്ന്ന് വീഴുന്നതും എഴയുന്നതും മുട്ടുകുത്തുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും സ്റ്റെപ്പ് കയറുന്നതും ഓടുന്നതും അല്ല, അതെല്ലാം വലിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഗ്രോസ് മോട്ടോർ സ്കിൽ ചെറിയ മസിൽസ് ആണ് ഈ വിരലുകളിലൊക്കെ വരുന്നത്. ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റ് കറക്റ്റ് ആയാലാണ് എഴുതാൻ പറ്റൂ. നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെറുപ്പകാലങ്ങളില് ഡിജിറ്റൽ വേൾഡ് ഒന്നും ഇത്ര കണ്ടൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. നമ്മൾ മരത്തിൽ കയറി കളിക്കുക, മണ്ണപ്പം ചുട്ട് കളിക്കുക, അങ്ങനെ കൈകൊണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മള് വെക്കേഷൻ സമയത്താണെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണെങ്കിലൊക്കെ നമ്മൾ കളിച്ചിട്ട്, കല്ല് കളിക്കുക, രാശിക്കല്ല്, അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെയൊക്കെ അവിടെ പറയണേ, ഗോലി എന്താ പറയണേ, അതൊക്കെ വെച്ച് നമ്മൾ കളിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ വിരലുകളൊക്കെ അതിലെ മസിൽസ് എല്ലാം നല്ല പോലെ സ്ട്രോങ് ആയിട്ടുണ്ട്. നമുക്ക് എഴുതുവോ വരയ്ക്കോ ഒന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ അരിയല്ല മണ്ണിൽ എഴുതി പഠിച്ചിട്ടുമുണ്ട്. മണ്ണില് വരച്ച് നമ്മൾ ഓരോന്ന് വരയ്ക്കും, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ടല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടില്ല. ഈവൻ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാരും പലരും സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളൊരു സംഭവത്തിലേക്ക് പെട്ടിരിക്കുകയാണ്. ആകെ ഈ വിരൽ ഉപയോഗിച്ചിരുന്ന സ്ക്രോൾ ചെയ്യൽ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആ വിരലിന്റെ സെൻസേഷൻ വരെയും നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ഈ എഴുത്തിന് മുമ്പ് പ്രീ റൈറ്റിംഗ് എക്സസൈസസ് ചെയ്യിക്കും. ഡോക്ടർ മറിയ മോണ്ടിസോറി മെത്തേഡിൽ പ്രീ റൈറ്റിംഗ് എക്സസൈസസ് ചെയ്യിക്കുന്നത്. അപ്പൊ ഡോക്ടർ മോണ്ടിസോറിയുടെ ഒരു മെറ്റീരിയൽ നമുക്ക് ഒന്ന് ലോ കോസ്റ്റിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം. അതായത് എന്തായാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസിൽ ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ടാക്കണം അല്ലെ. സർക്കിൾ, അതുപോലെ തന്നെ സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രപ്പീസിയം, അങ്ങനെയൊക്കെ ട്രയാങ്കിൾ, അങ്ങനെയൊക്കെ ഷേപ്സ് നമുക്ക് ഒന്നുമില്ലെങ്കിൽ വരയ്ക്കോ അല്ലെങ്കിൽ അതിന്റെ കട്ട് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യണം. വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് ബോക്സസോ അല്ലെങ്കിൽ എന്തിന്റെങ്കിലും ഇടയിൽ കാർഡ്ബോർഡ് പീസസ് ഒക്കെ വെച്ച് വരാറില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ജോമെട്രിക്കൽ ഷേപ്സ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ എഡ്ജസ് കട്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തത് ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ പേപ്പർ എടുത്തിട്ട് ചുമ്മാ ഒരു കീറി, എന്തോ ഒരു ഷേപ്പ് കീറി, കിട്ടിയ ഷേപ്പ് ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ എഡ്ജസ് കട്ട് ചെയ്ത് പോകരുതെന്ന് പറഞ്ഞത് ഇതുപോലെ നമുക്ക് കിട്ടണം. ഇതിന്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കരുത്. പേപ്പർ നൈഫോ അല്ലെങ്കിൽ മടക്കിയിട്ട് സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം. ഞാനിപ്പോ കൈകൊണ്ട് കീറുക ചെയ്തത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഹോൾ പോലെ, ഇതിപ്പോ സർക്കിൾ ആണെങ്കിൽ സർക്കിളിന്റെ ഷേപ്പിൽ അത് വരണം, ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ഷേപ്പിൽ കിട്ടണം, സ്ക്വയർ ആണെങ്കിൽ റെക്ടാങ്കിൾ ആണെങ്കിൽ അങ്ങനെയെല്ലാം ആ ഒരു ഷേപ്പിൽ കിട്ടണം. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാനുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു വലുപ്പം അല്ല വേണ്ടത്, നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കൈവെള്ളയുടെ വലുപ്പമെങ്കിലും വേണം. ആ ഒരു സൈസുള്ള ഷേപ്സ് ആയിരിക്കണം ഉണ്ടാക്കേണ്ടത്. നമുക്ക് മോണ്ടിസോറി അപ്പാരറ്റസിൽ ജോമെട്രിക്കൽ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞിട്ട്, വുഡൻ ജോമെട്രിക്കൽ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. അത് ഉപയോഗിച്ച് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് പറയുന്നത്. വീട്ടില് നേരം വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ്, നമുക്ക് വലിയ കാശ് ചെലവില്ല, അത് സൂക്ഷിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ഒരേ ഒരു സാധനം പലരുടെയും വീട്ടിലുണ്ടാവും, കളർ പെൻസിൽസ് വാങ്ങാം. ഒരു ബോക്സ് കളർ പെൻസിൽസ് വാങ്ങാം. നമുക്ക് ആവശ്യത്തിന് ഷാർപ്പൻ ചെയ്യാൻ, സാധാരണ പെൻസിൽ പോലെ തന്നെ ഷാർപ്പൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കളർ പെൻസിൽസ്, ക്രയോൺസ് അല്ല കളർ പെൻസിൽസ്. അത് ഒരു ബോക്സിൽ 12 കളറൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചെറിയ ബോക്സും കിട്ടും, വലിയ ബോക്സും കിട്ടും. അത് മാത്രമാണ് നമുക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് കാർഡ്ബോർഡിലാണ്, ഇത് പേപ്പറാണ്. അപ്പൊ കാർഡ്ബോർഡിന് നല്ല തിക്നെസ് ഉണ്ടാവും, നല്ല സെക്യൂർ ആയിട്ടിരിക്കും. ഈ കാർഡ്ബോർഡ് ഏതെങ്കിലും ഒരു പ്ലെയിൻ പേപ്പറിൽ, അതായത് ചെറിയൊരു പ്ലെയിൻ നോട്ട്ബുക്ക് വാങ്ങിച്ചാലും മതി, വരയിടാത്തൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത പോർഷൻ, ആ നോട്ട്ബുക്കിന്റെ പ്ലെയിൻ പോർഷൻ ഉണ്ടാവുമല്ലോ, അവിടെ വെച്ചിട്ട് കുട്ടിയെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കുക.
അതിന്റെ ഔട്ട്ലൈൻ ട്രേസ് ചെയ്യിപ്പിക്കാം. അപ്പൊ കുട്ടി ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ട് പഠിക്കും. ട്രേസ് ചെയ്യും. സർക്കിൾ ആണെങ്കിൽ അത്, ട്രയാങ്കിൾ ആണെങ്കിൽ അത്, ആ രീതിയിൽ ആ ഒരു ഷേപ്പ് കുട്ടി വരയ്ക്കും. ഇതിന്റെ പണി അതേ ഉള്ളൂ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത ഒരു ഷേപ്പ് കാണുന്ന ഒരു ഹോള്, നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷും മലയാളവും ആയിരിക്കും അല്ലെ. പേഴ്സണലി ഉപയോഗിക്കുന്നതും അവരുടെ മദർ ടങ് എന്ന് പറയുന്നത് മലയാളമായിരിക്കും. പിന്നെ ഹിന്ദി, സംസ്കൃതം, അറബിയൊക്കെ അല്ലാതെ പഠിക്കുന്നതാണ്. എന്നാലും കൂടുതൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷും മലയാളവും ആയിരിക്കും. അപ്പോ ഈ ഇംഗ്ലീഷും മലയാളവും ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ലാംഗ്വേജും എഴുതുന്നത് നമ്മളുടെ പേപ്പറിന്റെ ലെഫ്റ്റിന്ന് റൈറ്റിലേക്കല്ലേ. അറബി മാത്രമല്ലേ റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുന്നുള്ളൂ. എല്ലാ ലാംഗ്വേജുകളും എഴുതുന്നത് ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ്. അത് കൂടാതെ മലയാളത്തിന്റെ ആണെങ്കിലും ഇംഗ്ലീഷിന്റെ ആണെങ്കിലും ഒട്ടുമിക്ക ഒരു 90 to 95% ലെറ്റേഴ്സും നമ്മൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് അല്ലെ. ലെറ്റർ എ, ആ ഒക്കെ എടുത്ത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ്, ബോട്ടം ടു ടോപ്പിലേക്കാണ് പോകുന്നത്. ബി, ഡബ്ല്യു, യു അങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് മാത്രമാണ് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഡ്ബോർഡ് വെട്ടിയെടുത്ത ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഇതിന്റെ ഉള്ളിലേക്ക് കൂടെ ഇതിന്റെ ഔട്ട്ലൈൻ ആദ്യം വരപ്പിക്കുക. കളർ പെൻസിൽസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ ഈ എഡ്ജ് ടച്ച് ആവുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക. കളർ പെൻസിൽസ് വെച്ചിട്ട് ഡിഫറെന്റ് കളർ പെൻസിൽ യൂസ് ചെയ്ത് കുറെ പ്രാവശ്യം സ്ക്രിബിൾ ചെയ്യുക. നമ്മൾ കുത്തി വരയ്ക്കില്ലേ, കുട്ടികൾക്കൊക്കെ കുത്തി വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും. ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുക. പിന്നെ താഴേന്ന് മുകളിലേക്കും ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുക. പല പല കളർ പെൻസിൽ യൂസ് ചെയ്ത് ഒറ്റ ഈ ഡിസൈനിൽ അങ്ങനെ വരയ്ക്കണം. ഈ പേപ്പർ അങ്ങ് മാറ്റുമ്പോൾ ആ ഷേപ്പിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞത് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റിയോ? ക്ലിയർ ആയോ സംഭവം? ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. കാരണം അവര് ചുമ്മാ കുത്തി വരച്ചതാ, പക്ഷെ നല്ല കളർഫുൾ പാറ്റേൺ ആയിട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടം തോന്നും. വീണ്ടും വീണ്ടും അവർ ചെയ്യും. നമ്മുടെ ഉദ്ദേശം എന്താ? അവരുടെ വിരലിലെ മസിൽസ് ഡെവലപ്പ് ആകണം. പിന്നീട് അവർക്ക് എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉള്ളതാണ്. ആ കൈവേദന എന്നുള്ള സംഭവം അവർ പറയില്ല, കാരണം ഇത് നല്ല സ്ട്രോങ് ആകും. ഇതിന് കുട്ടികളെ പറയുന്നു. നമ്മുടെ പിള്ളേര് പ്രാക്ടിക്കലി ചെയ്യാനായിട്ട് നേരിട്ട് വന്നപ്പോ ഈ കുത്തി വര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് ആണ് ഒരു ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഇത് ചെയ്തു വെക്കാം. സ്കൂളിലൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യാം. നമ്മുടെ വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ ഇത് ചെയ്യിപ്പിച്ച് നോക്കാം. കാരണം അവർക്ക് നല്ലൊരു പ്രാക്ടീസ് കിട്ടും വിരലുകൾക്ക്. അപ്പൊ ഇന്ന് അത് ഷെയർ ചെയ്തപ്പോ അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും തോന്നി. പിന്നെ നമ്മൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മള് മോഡ്യൂൾ 1 ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് പോകുന്നത് അല്ലെ. നമ്മുടെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സെഷനാണ്. ഈ പ്രാക്ടിക്കൽ സെഷൻ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ്. സാധാരണ പ്രാക്ടിക്കൽ ആകുമ്പോഴേക്കും അതൊന്ന് ബ്രീഫ് ചെയ്യാറാണ് പതിവ്. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഉള്ള ആക്ടിവിറ്റി ആയിരിക്കും. കാരണം നമുക്കിത് ഓൺലൈൻ ആണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ ദിവസവും വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു റൂമില് ലാബ് പോലെ സെറ്റ് ചെയ്ത ആക്ടിവിറ്റി നമുക്ക് ചെയ്യിക്കായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഇതായതുകൊണ്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ചെയ്യിച്ചു നോക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഡെമോൺസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് അതൊക്കെ ചെയ്യിക്കാം. അതിൽ 2-3 ഞാനൊന്ന് പറയാം. നമ്മുടെ വീട്ടിലെല്ലാം ചെറിയ ബൗൾ ഉണ്ടാവും. സ്റ്റീലിന്റെ ആണെങ്കിലും ഗ്ലാസിന്റെ ആണെങ്കിലും ഫൈബറിന്റെ ആണെങ്കിലും സെറാമിക്കിന്റെ ഒക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ബൗൾ, നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ യൂസ് ചെയ്യുന്ന ബൗൾ അല്ലെ, അതുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കിട്ടും. അതായാലും കുഴപ്പമൊന്നുമില്ല. അത് എന്നുവെച്ചാൽ പുതിയത് വാങ്ങണ്ട എന്ന് ഉദ്ദേശിച്ച് വീട്ടിലുള്ളത് ഉപയോഗിക്കാന്നുള്ള ഉദ്ദേശിച്ച് പറയാം. 2 ബൗൾ എടുക്കുക, ഒരു സ്പൂൺ എടുക്കുക. ചെറിയ സ്പൂൺ കേട്ടോ, വലിയ വെയിറ്റ് ഉള്ള സ്പൂൺ ഒന്നും വേണ്ട. ടീസ്പൂൺ ഇനഫ്, ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ടേബിൾ സ്പൂൺ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പണി കഴിയും. എടുക്കുക. ഒരു ബൗളിൽ നിറയെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കുക. മറ്റേ ബൗൾ എംപ്റ്റി ആയിരിക്കണം. എന്നിട്ട് വെള്ളമുള്ള ബൗളിൽ നിന്ന് സ്പൂൺ കൊണ്ട് മറ്റേ ബൗളിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുക. പോറിങ് എക്സസൈസ് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കാം. അവിടെയും അവരുടെ കോൺസെൻട്രേഷൻ കൂടും. ഈ കൈവിരല് ഇതിങ്ങനെ ചെയ്യുവാണല്ലോ, കൈകൾക്ക് ബലം കിട്ടും. നെക്സ്റ്റ്, നമ്മുടെ വീടുകളിലൊക്കെ പയറ്, പരിപ്പ് അല്ലെങ്കിൽ കടല അങ്ങനെയുള്ള പീസ് വർഗ്ഗങ്ങൾ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കും.
ഇതുപോലെ തന്നെ 2 ബൗൾ എടുക്കുക. ഒരു ബൗളിൽ കുറച്ച് കടലയോ പയറോ എന്തെങ്കിലും ഇടുക, ബീൻസ് അങ്ങനെ എന്തെങ്കിലും ഇടുക. എന്നിട്ട് ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ആ എംപ്റ്റി ആയിട്ടുള്ള ബൗള് ഫില്ല് ചെയ്യുക. ഇതിനെടുത്ത് സ്പൂണിൽ അത് ഫില്ല് ചെയ്യുക. ബൗളിലേക്കോ കണ്ടെയ്നറിലേക്കോ ഫില്ല് ചെയ്യുക. ഞാൻ ചെയ്യിക്കാറുണ്ട് മാം. വെരി ഗുഡ്. എവിടെയാ, വീട്ടിലാണോ സ്കൂളിലാണോ മിഥുന? അല്ല, വീട്ടിൽ തന്നെയാണ്. മോളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ചെറിയ മോൾ. വെരി ഗുഡ്. മോൾ എത്ര വയസ്സാ? 2.5 വയസ്സ്. നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്യോ? ഓ, ചെയ്യും. ഓക്കെ, വെയിറ്റ്. പിന്നെ മൂന്നാമത്തത് നമ്മുടെ ക്ലോത്ത് പെഗ്സ് ഇല്ലേ, ക്ലോത്ത് ക്ലിപ്പ്. നമ്മള് ഡ്രസ്സൊക്കെ അഴയിലിട്ടിട്ട് പറന്നു പോകാതിരിക്കാൻ ക്ലിപ്പ് ചെയ്യില്ലേ, ക്ലോത്ത് ക്ലിപ്സ് വാങ്ങുക. മിക്കവാറും വീട്ടിൽ കാണും. ഒരു ഡസനോ 10 ഒക്കെ ഉണ്ടെങ്കിൽ ഇനഫ്. അതിൽ കൂടുതൽ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ബേസിനില്ലേ, നമ്മുടെ മുന്നിൽ വെക്കാൻ പറ്റുന്നത് പോലത്തെ ബേസിൻ. ഈ ബേസിനകത്ത് അത് സ്റ്റീലിന്റെ ആകാം, പ്ലാസ്റ്റിക്കിന്റെ ആണ് മിക്ക വീടുകളിലും കാണാറ്. ഇങ്ങനെ ബേസിൻ വെക്കുക, അതിനകത്ത് ഈ ക്ലോത്ത് ക്ലിപ്സ് ഇടുക. എന്നിട്ട് കുട്ടിയെ കൊണ്ട് ക്ലോത്ത് ക്ലിപ്പ് എടുത്തിട്ട് ബേസിന്റെ എഡ്ജിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യിക്കുക. ഇങ്ങനെ 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 വിരല് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുമല്ലോ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് എല്ലാം ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഊരി തിരിച്ച് ബേസിനിലേക്ക് ഇടുക. അപ്പോഴും ഈ വിരലുകളാണ് ഇങ്ങനെ 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 മൂവ് ചെയ്യുന്നത്. അതിൻ്റെ പെക്കിങ്, അതാണ് ആ ഒരു ആക്ടിവിറ്റി. ക്ലോത്ത് പെക്സ് എന്നാണ് അറിയപ്പെടുന്നത്, PGS. അപ്പൊ പെക്കിങ് ആ ആക്ടിവിറ്റിക്ക് പറയും. ഓക്കെ. പിന്നെ നമ്മള് വീട്ടില് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ക്ലേ ഒക്കെ വാങ്ങി കൊടുക്കുന്നതിലും നല്ലത് അരിമാവിന്റെ കുഴച്ച ഉണ്ടയോ ഗോതമ്പ് മാവിന്റെ ഉണ്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പല പല ഷേപ്സ് ഉണ്ടാക്കും. ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൽഫബറ്റ്സ് ഒക്കെ അവരുണ്ടാക്കും. നമ്പേഴ്സ്, ആൽഫബറ്റ്സ്, അതൊക്കെ ഇവരുടെ ഈ വിരലുകൾക്ക് നല്ല ഒരു മയം കിട്ടും, ആ ഒരു ബലം കിട്ടും അവർക്ക്. ഇതൊക്കെ നമുക്ക് ലോ കോസ്റ്റ് ആയിരുന്നു. ലോ കോസ്റ്റ് നല്ല, കുട്ടികൾക്ക് ഇൻട്രസ്റ്റും ആയിരിക്കും, അവര് നല്ല ഇതായിട്ടിരുന്ന് ചെയ്യുകയും ചെയ്യും. സ്കൂളുകളിൽ നമുക്ക് ചെയ്യിക്കാം. ഇത് നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ അവിടെ ഒരു ലാബ് ഇങ്ങനെ ഇതുപോലെ ഈ ആക്ടിവിറ്റി ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിന്റെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന എടുത്ത് വെച്ചോളൂ. അല്ലെങ്കിൽ അത് നമ്മൾക്ക് എപ്പോഴും മോണ്ടിസോറി മെത്തേഡിൽ ഒബ്സർവേഷൻ ആണ്. അത് കുട്ടിക്ക് അത് കൊടുത്തപ്പോ കുട്ടിയിലുണ്ടായ മാറ്റങ്ങൾ അത് ഒബ്സർവ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോ കുട്ടിക്കുണ്ടായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ തന്നെ ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോഴുള്ള മാറ്റമായിരിക്കില്ല സെക്കൻഡ് ടൈം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഫസ്റ്റ് ടൈം കൊടുത്തു കഴിയുമ്പോൾ കുട്ടി ഡിമാൻഡ് ചെയ്യും എനിക്ക് വീണ്ടും ചെയ്യണം എന്ന് പറയും. എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം. ഒരു ദിവസം കുട്ടി അത് എത്ര പ്രാവശ്യം ചെയ്തു, ഇനി എത്ര സമയമെടുത്ത് ചെയ്തു. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ചിലപ്പോൾ ടൈം കൂടുതൽ എടുത്തിട്ടുണ്ടാവും. രണ്ടാമത്തെ പ്രാവശ്യം ആയിരിക്കുമ്പോഴേക്കും ഒന്ന് പ്രാക്ടീസ് ആയല്ലേ, നേരത്തേനേക്കാളും ചിലപ്പോൾ കുറച്ച് സമയമായിരിക്കും എടുക്കുക. അങ്ങനെ പല തവണയാകുമ്പോഴേക്കും കുട്ടിക്ക് ആ ആക്ഷന്റെ കൺട്രോൾ കിട്ടും. കുറച്ച് സമയം കൊണ്ട് ചെയ്യും. ഇത് തന്നെയാണ് കുഞ്ഞുങ്ങള് അവരുടെ ഷൂലേസ് കെട്ടുമ്പോഴും അവരുടെ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കുന്നതും അവർ തന്നെ ഡ്രസ്സ് ചെയ്യുന്നതും. നമ്മളത് അനുവദിക്കാതിരിക്കുമ്പോൾ അവർക്കത് അറിയാതെ വരും. എപ്പോഴും മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ അതിനൊരു ടൈമും സ്പേസും അവർക്ക് കൊടുത്താൽ തുടക്കത്തിൽ അവർ കുറേ സമയം എടുക്കുമായിരിക്കും. പക്ഷെ പലതവണ അവർ ചെയ്ത് അവരതിന്റെ മാസ്റ്റർ ആയിട്ട് മാറും. അതിനുള്ള അവസരം നമുക്ക് കൊടുക്കും. അപ്പൊ കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് അവര് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, വളർന്നു വരുന്നത്, അവരുടെ ഗ്രോത്ത്. മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ ക്ലാസ്സുകളും അതിന്റെ ആക്ടിവിറ്റീസും തരാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു പരിമിതികളും ഉണ്ടെങ്കിലും നമുക്ക് ഇത്രയും ചലഞ്ചസ് ഉണ്ടെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണല്ലോ. പക്ഷേ എനിക്കൊരു വിഷമകരമായ ഒരു ഇതുണ്ടായി. എന്താണെന്ന് വെച്ചാൽ സാർ എന്നോട് ഷെയർ ചെയ്ത കേട്ടോ, ജയദേവ് സാർ. മോണ്ടിസോറിയിൽ അഡ്മിഷൻ എടുക്കാൻ ഇഷ്ടം പോലെ കുട്ടികൾ വരും. പക്ഷെ പകുതി എത്തുമ്പോൾ കുറെ പേര് കൊഴിഞ്ഞു പോകും. അങ്ങനെ അവസാനം കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നത് വന്നതിന്റെ ചിലപ്പോൾ ഒരു 90%, 80%, 75%, ചിലത് 50% വരെ ആയിട്ടുണ്ട്. സാർ എന്നോട് ചോദിച്ചു, ടീച്ചറെ എന്താ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് കൊണ്ടാണോ ഇവരൊക്കെ നിർത്തിപ്പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് സാർ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചോദിച്ചാലും മോണ്ടിസോറിയുടെ ചോദിച്ചാലും അവിടെയൊക്കെ ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അല്ലാണ്ട് തിയറി മാത്രം പഠിപ്പിച്ച് ഈ കോഴ്സ് പഠിപ്പിച്ചാൽ
ഒരിക്കലും അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വളരില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മളിത് ഷെഡ്യൂൾ ചെയ്യണം? നിങ്ങൾക്ക് ഇനി അപ്കമിങ് ബാച്ചസ് അല്ലേ, ഇതേ പ്രശ്നം നമ്മുടെ ബാച്ചിലെ ഏതെങ്കിലും കുട്ടി, ഇപ്പൊ അറിഞ്ഞിട്ടുള്ളവരെയൊക്കെ ഞാൻ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചിലർ എന്നെ നേരിട്ട് എന്നെ അറിയിക്കും, മിസ് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഇത് വിടുവാണ്, നിർത്തുവാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമുക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, സമ്മതിക്കുന്നില്ല, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് നമ്മളുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതല്ല, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നു തോന്നുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നു തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനായിട്ട്, ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊന്ന് ജസ്റ്റ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അവർ ഓക്കെ ആണ്. കാരണം ചിലര് 8 മാസം വരെയും പഠിച്ചിട്ടായിരിക്കും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. കുറച്ച് സമയം കൂടെ ഒന്ന് പറയും, എന്നാ നിങ്ങൾക്ക് ഈ ബാച്ചിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ആയിക്കോളൂ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാമോ, അതെനിക്ക് അറിയില്ല, അങ്ങനെ കുറെ പേരൊക്കെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തവരൊക്കെ അങ്ങനെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അറിയാതെ പോകുന്നവരെയൊന്നും നമുക്ക് അറിയണില്ല എങ്ങനെയാ എന്താ പോണേന്ന്. അപ്പൊ ചില ബാച്ചിലുള്ളവർ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ബാച്ചിൽ നിന്നും അങ്ങനെ കുട്ടികളുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. അപ്പൊ വീട്ടിലെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇടപെടാൻ പറ്റില്ലല്ലോ, ഒരാളുടെ പേഴ്സണൽ സ്പേസ് അല്ലേ. അല്ലാതെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കൂ, നമ്മുടെ ബാച്ചിൽ ആരെങ്കിലും അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. കാരണം എല്ലാവരുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. ഗ്രൂപ്പിൽ എന്തായാലും എന്തെങ്കിലും ഒന്നും അറിയൂല. പറയൂ, ആക്ടിവിറ്റി ഇല്ലാതെ ചുമ്മാ തിയറി പഠിച്ചാൽ മതിയോ? ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ് മാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ചെയ്യാനൊക്കെ. അതുകൊണ്ട് ഫുള്ള് സപ്പോർട്ടാണ് ഞങ്ങള് ഇതിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, എൻ്റെ ഒരു ഇതിട്ടോ. പിന്നെ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടുള്ളത്, എല്ലാവരും നല്ല പോസിറ്റീവായി എടുക്കണോണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നോണ്ട് ആർക്കും വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. പരസ്പരം സപ്പോർട്ട് ചെയ്യാം, മ്യൂച്വൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട്, റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, ഇതെല്ലാം മോണ്ടിസോറി മെത്തേഡിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ്. കുഞ്ഞുങ്ങളിൽ ഉണ്ടാവും. നമ്മള് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളിലും അത് ആദ്യം ഉണ്ടാവണം. പിന്നെ ഒരാൾ ചെയ്തത് കാണുമ്പോൾ അതുപോലെ തന്നെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു കോപ്പി അടിക്കലൊന്നുമല്ല കേട്ടോ, അതൊരു മോഡലിംഗ് ആണ്. നമുക്കത് ഇഷ്ടപ്പെട്ടോ, അത് കൊള്ളാം, അപ്പൊ എനിക്ക്, കാരണം ചെയ്യുന്നത് മറ്റേ വ്യക്തി തന്നെയല്ലേ, അല്ലാണ്ട് ഒരാൾ ചെയ്തു വെച്ചത് എടുത്തോണ്ട് വരുമല്ലോ. അതൊരു മോഡലിംഗ് ആണ്. അതിനെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞൊന്നും ടെൻഷൻ വേണ്ട പറയാൻ. കാരണം ഒരു ബാച്ചിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, കരച്ചിലും ബഹളവും ആകെ പ്രശ്നം. എനിക്ക് ആകെ ടെൻഷനായി പോയി, എന്താ സംഭവിക്കണേ എന്നുള്ളത്. മിസ്, ഞാൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലിരുന്ന് ഭയങ്കര കരഞ്ഞു. എനിക്ക് കരയുന്ന കാണുന്നതും കേൾക്കുന്നതും എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ആള് BEd കഴിഞ്ഞ ആളാണ്. അപ്പൊ പുള്ളിക്കാരി നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോ എല്ലാവർക്കും കാണുന്നത് ഒരേ സാധനമല്ലേ, അത് നോക്കി അത് ചെയ്തു. പക്ഷെ നേരത്തെ ഒരു കുട്ടി ഇതുപോലെ ഗൂഗിൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു, അത് ആള് കണ്ടില്ല. അപ്പൊ ഞാൻ ചെയ്ത പോലെ തന്നെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. അത് കണ്ടപ്പോഴേക്കും ആൾക്ക് വിഷമായി. എന്ന് വെച്ചാൽ ആള് നല്ലപോലെ ചെറിയ ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ചു വന്നു, ആരും ഇതുവരെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തിട്ടില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ സഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ 2 പേരും, അതായത് ഇത് ചെയ്തതും കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ 2 പേരും BEd കഴിഞ്ഞു വന്നവരാ. ഇവരുടെ BEdൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ടീച്ചർ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് മറ്റേയാളെ അറിയിക്കില്ല. കാരണം 2 പേരും ഒരുപോലെ ചെയ്തു വന്നു കഴിഞ്ഞാൽ 2 പേരുടെ മാർക്ക് ടീച്ചർ കുറയ്ക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. അങ്ങനെ ഒരാൾ ചെയ്ത പോലെ തന്നെ മറ്റേയാൾ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കുന്ന ഒരു സംഭവം ഇല്ല. ഇവിടെ നമ്മള് മോഡലിംഗ് ആണ്. നമുക്ക് അങ്ങനെയല്ലേ, ഒരാളുടെ നല്ലൊരു ഇത് കാണുമ്പോൾ എനിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാനായിട്ട് നോക്കും. അതൊരു മോഡലിംഗ് ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യില്ലേ, അതിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഒരു റോൾ മോഡലിംഗ് അല്ലേ, അതുപോലെയുള്ളൂ. ഓക്കെ, വേറൊരാള് ചെയ്യണത് നല്ലതല്ലേ. എന്തുണ്ടെങ്കിലും അത് ഗ്രൂപ്പില് പിക്ക് ഇടും മിസ്സേ. എന്ത് ചെയ്താലും അത് ഗ്രൂപ്പില് പിക്ക് ഇടും. അത് നോക്കി ചെയ്യും, അങ്ങനെയൊന്നുമില്ല. എല്ലാരും അറിയട്ടെ എറിഞ്ഞിട്ട്
ഗ്രൂപ്പിൽ ഇട്ടാൽ ഞങ്ങൾ അഭിപ്രായം പറയും, എടാ ഒന്നും കൂടി മെച്ചം ചെയ്യ്, അല്ലെങ്കിൽ എടാ ഇതൊന്ന് മാറ്റി പിടിക്ക്. ഞങ്ങൾ അതിനുള്ള ഇത് പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലും പറ്റണതാണെങ്കിലും ഒക്കെ. ഞങ്ങൾ ഗ്രൂപ്പ് അങ്ങനെയാണ്. എന്തുണ്ടെങ്കിലും എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റിക്കണം കേട്ടോ, അത് തിരുത്താനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇത്ര പോരാടാ, അവിടെ വേറൊരു കളർ കൊടുത്തൊക്കെ ചിലപ്പോൾ ഇതിനേക്കാൾ ഒന്നും കൂടി ഭംഗിയാവും. അപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾക്ക്. വെരി ഗുഡ്. കേട്ടാൽ സന്തോഷം. എനിക്ക് കൊഴിഞ്ഞു പോകുന്നത് ഭയങ്കര ഒരു വിഷമായി പോയി. ഒരു സംശയം, കളർ ടാബ്ലറ്റും തമ്മിൽ എന്താ വ്യത്യാസം? എങ്ങനെയാണ് ഞാൻ കേട്ടില്ല കളർ കാർഡും അത് എന്താ വ്യത്യാസം? എങ്ങനെയാണ് ചെയ്യണ്ടേ? കളർ ടാബ്ലറ്റ് കളർ ബോക്സ് എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, കളർ ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഇതും കൂടി പറഞ്ഞായിരുന്നു. കളർ ടാബ്ലറ്റ് പിന്നെ മനസ്സിലായി. കളർ കാർഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. കാണിച്ചായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട്. കളർ കാർഡ് ബോർഡ്, പിന്നെ പിക്ചർ, പിന്നെ വേർഡ് റീഡിങ് ചെയ്തിട്ടുണ്ട്. കളർ ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളർ കാർഡ് നമുക്ക് കോമൺ ആയിട്ടുള്ള നമ്മൾ കളേഴ്സ് ഇങ്ങനെ നമ്മൾ ആ കാർഡിലായിട്ട് കുട്ടികളെ കാണിക്കാൻ വേണ്ടി വെക്കുന്നു അല്ലെ. കളർ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതായത് പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, ടെർഷറി കളർ എന്ന് പറഞ്ഞ 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ആണ് ഉള്ളത്. പ്രൈമറി കളറിൽ 3 കളേഴ്സ് ആണ് ഉള്ളത്. അത് കളർ ടാബ്ലറ്റിന്റെ ആ ബോക്സില് ഓരോ കളറും 2 വീതം ഉണ്ടാവും. അപ്പൊ 6 ടാബ്ലറ്റ്സ് ഉണ്ടാവും. ഒരു കളർ തന്നെ 2 സെറ്റ് ആയിട്ട്. സെക്കൻഡറി കളേഴ്സ് ഒന്ന് ഡാർക്ക് ഒന്ന് ലൈറ്റ് അങ്ങനെയാണോ, അല്ല സെയിം കളറാണോ രണ്ടും? അല്ല, ബ്ലൂവും റെഡും യെല്ലോ പ്രൈമറി കളേഴ്സ് ആയിട്ട് വരുന്നത് ഈ കളർ ടാബ്ലറ്റ്സില്. ഇനി സെക്കൻഡറി കളറില് 11 കളേഴ്സ് ഉണ്ട്. ആ 11 കളേഴ്സിലെ ഫസ്റ്റ് പ്രൈമറിയിലെ 3 കളർ ഓൾറെഡി ഉണ്ടാവും, പിന്നെ ബാക്കി കുറച്ച് കളേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ സാധാരണ കുട്ടികളോട് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ചെയ്യാനാണ് പറയാറ്. കാരണം ഓൾറെഡി പ്രൈമറിയിലെ കളറും വരും, അതുകൂടാതെ 8 കളേഴ്സ് വേറെ വരുമല്ലോ. അതും 2 സെറ്റ് ആയിട്ടാണ്. സെക്കൻഡറി കളർ ടാബ്ലറ്റ്സിന്റെ കളേഴ്സ് ഞാനിപ്പോ പറയാട്ടോ. എന്റെ റെക്കോർഡ് നിൽക്കട്ടെ. നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ അതിന്റെ ഡീറ്റെയിൽസ്. ലാസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടില്ലേ? അതില് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. കളർ ബോക്സ് പ്രൈമറി, അതില് 3 കളേഴ്സിന്റെ ടാബ്ലറ്റ്സ് ആണ്. റെഡ്, ബ്ലൂ, യെല്ലോ. ഇതാണ് പ്രൈമറി കളേഴ്സ് ആയിട്ട് പ്രൈമറി കളർ ബോക്സിൽ വരുന്നത്. അത് 2 വീതം ഉണ്ടാവും. അങ്ങനെ 4. ഇനി എന്തോ ഇത് ഏത് റെക്കോർഡിലാ ഇപ്പൊ ഞാൻ പറയുന്നത്? ലാസ്റ്റ് ഒരു റെക്കോർഡിന്റെ PDF നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അപ്പാരറ്റസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലല്ലോ. ക്ലാസ് റൂമിലുണ്ട്. തന്നിട്ടില്ല മിസ്. തന്നിട്ടില്ല. കിടക്കുന്നില്ലേ ക്ലാസ് റൂമില്? ക്ലാസ് റൂമിൽ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞാനത് ചെക്ക് ചെയ്യാം. അത് കൂടാതെ അതിനകത്ത് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ ഒരു പിക്കും കൂടെ ഇപ്പൊ റീസെന്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്കും കൂടെ അയച്ചിട്ടുണ്ടാവും. കുറേ പിക്ചേഴ്സും അതിന്റെ പേരുകളും. അത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കാം, നമുക്കൊന്ന് പരിചയമാവട്ടെ. ഇന്ന് വന്നിട്ടുണ്ട് മാം. വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. സെക്കൻഡറി കളർ ടാബ്ലറ്റിന്റെ ബോക്സിൽ 11 കളേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പ്രൈമറി കളേഴ്സ് ആയ റെഡ്, ബ്ലൂ, യെല്ലോ ഉണ്ടാവും. പിന്നെ ഗ്രീൻ, ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ, അതുപോലെ തന്നെ വൈറ്റ്. ഇതാണ് സെക്കൻഡറി കളേഴ്സ്. 11 കളേഴ്സ് ആണ്. അതും സെറ്റ് ആയിട്ടാ. ഒരു കളർ 2 ഉണ്ടാവും. അതിനകത്ത് 22 ടാബ്ലറ്റ്സ് ഉണ്ടാവും കളറിന്റെ. പിന്നെ ഫുൾ സെറ്റ് കളർ ബോക്സ്, ഫുൾ സെറ്റ് ടെർഷറി കളേഴ്സ് കളർ ടാബ്ലറ്റ് ആണ് അത്. അതില് 63 കളർ ടാബ്ലറ്റ്സ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് 9 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും ആ ബോക്സിന്. ഓരോ കമ്പാർട്ട്മെന്റിലും 7 കളർ ഉണ്ടാവും. 7 കളർ ഷെയ്ഡ് ആണ് കേട്ടോ. അതായത് റെഡ്, ബ്ലൂ, റെഡിന്റെ 7 ഷെയ്ഡ്സ്, അതായത് ലൈറ്റ് റെഡ് തുടങ്ങി ഡാർക്ക് റെഡ് വരെ. അങ്ങനെ 9 കളേഴ്സിന്റെ 7 ഡിഫറെന്റ് ഷെയ്ഡ്. അങ്ങനെയാണ് 63 ടാബ്ലറ്റ്സ് വരുന്നത്. ശരിക്കും 9 കളറാണുള്ളത്. ഓരോ കളറിനും 7 ഷെയ്ഡ് വീതം ഉണ്ടാകും.
ഒരു കമ്പാർട്ട്മെന്റിൽ 7 കളർ ഉണ്ടാവും. അങ്ങനെ 9 കമ്പാർട്ട്മെന്റ്സിൽ 7 എണ്ണം വീതം 63 ടാബ്ലറ്റ്സ് ഉണ്ടാവും. ഈ 9 കളേഴ്സ് റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ, ഓറഞ്ച്, പിങ്ക്, ഗ്രേ ആൻഡ് ബ്രൗൺ ആണ്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ്സ് ആയിരിക്കും ഓരോ കമ്പാർട്ട്മെന്റിലും ഉള്ളത്. 7 ഷെയ്ഡ് വീതം ഈ ഓരോ 9 കളറിന്റെ ഉണ്ടാകും. അങ്ങനെയാണ് 63 ടാബ്ലറ്റ്സ്. ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കളർ ടാബ്ലറ്റ്സ് ആണ്. ഇത് കൂടാതെ ഇത് നമ്മൾ ആദ്യമേ തന്നെ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പോകുന്ന സ്കൂളുകളിൽ നമുക്ക് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കളർ ടാബ്ലറ്റ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. നമുക്കിത് വാങ്ങാന്ന് പറഞ്ഞാലും ഉണ്ടാക്കാന്ന് പറഞ്ഞാലും ഇത്തിരി ടഫ് ആയിരിക്കും. നമ്മൾ അതുകൊണ്ട് സെക്കൻഡറി ടാബ്ലറ്റ്സ് ആണ് എല്ലാ കുട്ടികളും ഉണ്ടാക്കാനായിട്ട് പറയുന്നത്. കാരണം അതിനകത്ത് തന്നെ പ്രൈമറിയുടെ 3 കളേഴ്സ് വരും. ടേർഷറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കളർ മിക്സ് ചെയ്തൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി പാടായിരിക്കും. ഇതെന്താന്ന് അറിഞ്ഞിരിക്കുക. അല്ലാതെ കുട്ടികളെ ചുമ്മാ കോമൺ ആയിട്ട് കളേഴ്സ് പഠിപ്പിക്കാനാണ് കളർ കാർഡ്. സാധാരണ നമ്മൾ ചുറ്റുപാടും കാണുന്ന കളറുകൾ ഉണ്ടല്ലോ, ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, അങ്ങനെയുള്ള നമ്മുടെ കോമൺ കളേഴ്സ് കുറച്ചുണ്ടല്ലോ, ബ്രൗൺ, അത് മാത്രം കാർഡാക്കി വെക്കുക. ഇങ്ങനെ ഒട്ടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് വരച്ച് അതിൽ കളർ ഫില്ല് ചെയ്താലും മതി. അല്ലെങ്കിൽ കളർ പേപ്പർ വാങ്ങിച്ച് എന്തെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്താലും മതി. ഏതോ ഒരു കുട്ടി ചെയ്തത് ഞാൻ പറയാം. അത് എന്തോ കളർ ടാബ്ലറ്റ് ഉണ്ടാക്കണ്ടേ? അപ്പോ കളർ ടാബ്ലറ്റ് ഉണ്ടാക്കണം. അതാ പറഞ്ഞ സെക്കൻഡറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡറി എന്ന് പറയുമ്പോൾ 11 കളേഴ്സ് 11 കളേഴ്സ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് മോമിന്റെ കയ്യിലുണ്ടോ? ഒന്ന് കാണിക്കാനായിട്ട് ഉണ്ടോ? എന്റെ കളർ ടാബ്ലറ്റ്സ് ഇല്ല, ഞാൻ ഈ കളർ കാർഡ്സ് ചെയ്തിട്ടുള്ളൂ. ഈ കളർ കാർഡ്സ് ഒരു ചെറിയൊരു ബോക്സ് അല്ലേ മാം അന്ന് കാണിച്ചത്, ചെറുതായിട്ട്? ഇങ്ങനെ കോമൺ കളേഴ്സ് ചുമ്മാ ഇങ്ങനെ ചെറിയൊരു ചാർട്ട് പേപ്പർ പോലെയുള്ളതില് കണ്ടായിരുന്നു. അതുപോലെ തന്നെയാണോ നമ്മൾ ഈ കളർ ടാബ്ലറ്റ്സ് ഉണ്ടാക്കേണ്ടത്? അതേ വലിപ്പത്തിൽ തന്നെയാണോ? കളർ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ഷേപ്പിൽ വരണം. അതായത് റെഡ് കളർ അല്ല, റെഡ് അല്ല, ഒരു ബ്ലൂ കളർ നമുക്കൊരു ചാർട്ട് പേപ്പർ വാങ്ങുവാണെങ്കിൽ അതിൽ കറക്റ്റ് ഒരു ചെറിയൊരു റെക്ടാങ്കിൾ നമ്മളൊന്ന് കട്ട് ചെയ്യാം. ഇത്ര വലിപ്പം വേണ്ടി വരും. മാം നോർമലി നമ്മള് ഫോണിന്റെ ഒരു വലുപ്പം വേണ്ടി വരുമോ? അത്രയും വേണ്ടി വരില്ല. നമ്മളെ പഴയ ഇതില്ലേ, പ്രസ് ഫോൺ ഇല്ലേ, ബട്ടൺസിലെ നോക്കിയാന്റെ ഒക്കെ ഫോണ്, ഇത്രയായാലും മതി. റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കണം. ഇതിന്റെ 2 എഡ്ജസിലും നമ്മളൊരു വുഡൻ ഫ്രെയിം കൊടുക്കണം. കുട്ടികൾ സാധാരണ ചെയ്യുന്നത് ഐസ്ക്രീം സ്റ്റിക്കില്ലേ, ഐസ്ക്രീം സ്റ്റിക്ക് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും, ഇനി ഒന്ന് സെക്യൂർ ആക്കാനായിട്ട്. ആ രീതിയിൽ ചെയ്യാം. അപ്പൊ ചാർട്ട് പേപ്പറിൽ ചെയ്താൽ മതിയോ മാം? കാർഡ്ബോർഡ് വേണ്ട? ചാർട്ട് പേപ്പർ ആവുമ്പോൾ കുറച്ചുകൂടെ, കാർഡ്ബോർഡ് വേണ്ട, ചാർട്ട് പേപ്പർ ആയിരിക്കും നല്ലത്. കാരണം ചാർട്ട് പേപ്പർ നമുക്ക് ഡയറക്റ്റ് കളർ കിട്ടുമല്ലോ. ചിലതൊക്കെ റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ അതൊക്കെ കിട്ടും. പിന്നെ അല്ലാത്തത് കുട്ടികൾ ചെയ്തത് വൈറ്റ് ഇതിനകത്ത് അവർ സ്കെച്ച് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ വെച്ചോ അല്ലെങ്കിൽ കളർ പേപ്പർ ആയിട്ട് A4 സൈസിൽ വാങ്ങാൻ കിട്ടുമല്ലോ ചിലത്. ആകെ ബുദ്ധിമുട്ട് വന്നത് ഗ്രേ ആയിരുന്നു. അതിന് കുട്ടികൾ ചെയ്തത് അവർ വൈറ്റ് പേപ്പറിൽ പെൻസിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഗ്രേ പോലെയൊക്കെ ആക്കി. അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ങനെ പെയിന്റ് ഉണ്ടെങ്കിൽ വൈറ്റിൽ ഒരു മുള്ളു ബ്ലാക്ക് ചേർത്ത് ഒരു ഡ്രോപ്പ് ബ്ലാക്ക് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഗ്രേ ഷെയ്ഡ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ബാക്കിയൊക്കെ നമുക്ക് കളർ പേപ്പേഴ്സ് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. എത്ര എണ്ണമായിരുന്നു ഉണ്ടാക്കേണ്ടത്? 11 കളേഴ്സ് ആണ്. ഓരോന്നും 2 എണ്ണം വീതം വേണം. റെഡ്, ബ്ലൂ, യെല്ലോ അത് പ്രൈമറി കളേഴ്സ് ആണ്. അത് തന്നെ സെക്കൻഡറിയിൽ ആ 3 കളർ ഉണ്ട്. പിന്നെ ഗ്രീൻ, ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, ഗ്രേ, ബ്ലാക്ക്, ബ്രൗൺ, വൈറ്റ്. അത് ഇത് ഗൂഗിൾ ചെയ്ത് കിട്ടൂലേ? ഇത് കിട്ടും. നിങ്ങൾക്ക് PDF റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. മാം ഇത് സെയിം വലിപ്പത്തിൽ തന്നെയാണോ രണ്ടും ഉണ്ടാക്കേണ്ടത്? 2 എണ്ണം, 1 എണ്ണം 2 എണ്ണം ഉണ്ടാക്കണ്ടേ? ഇത് കണ്ടോ, പിക്ചർ കാണിച്ചു തരാം. ഗൂഗിളിൽ പ്രൈമറി കളേഴ്സിന്റെ ടാബ്ലറ്റ്സ് ഇരിക്കുന്നുണ്ടോ? അതേപോലെ എല്ലാം ഒരേ വലിപ്പത്തില് 2 സൈഡിലും അതിനൊരു ഫ്രെയിം പോലെ ചെയ്യണം. ഇതിന്റെ താഴെയാണ് സെക്കൻഡറി കളർ ടാബ്ലറ്റ്സിന്റെ ഒരു ബോക്സിലാണ്, നീളത്തിലുള്ള ബോക്സിൽ 22 എണ്ണം, 11 കളേഴ്സേ ഉള്ളൂ, 2 എണ്ണം വീതമുണ്ട്. ഇതാണ് ടേർഷറി വരുന്നത്. 9 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടോ? 9 എണ്ണത്തിലും ഓരോ കളറിന്റെ 7 ഷെയ്ഡ്. ക്ലിയർ ആയോ? ഈ ഒരു സൈസ്
ഒത്തിരി നീളം വേണ്ട, ഈ ഒരു രീതിയിൽ വരുവാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ എന്തിനാ മാം ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യുന്നേ? കളറ് ഒരു കളർ തന്നെ? ഒരെണ്ണം മതിയോ? ഒരെണ്ണം മതി, അല്ല, ഞാൻ ചോദിച്ചതായിരുന്നു അതിന് എന്തെങ്കിലും ഇതുണ്ടോ? അതായത് കുട്ടികൾ പെയർ ചെയ്യും. നമുക്ക് കുട്ടികളിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാനായിട്ടുള്ള ഒരു മാർഗം കൂടിയാണിത്. കുട്ടികൾ പെയർ ചെയ്യും, പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും, ഒരേ കളറിനെ അവർ പെയർ ചെയ്ത് വെക്കും. അതൊരു ആക്ടിവിറ്റിയാണ്. മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ആ. നമുക്ക് ഈ പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടല്ലോ, ഈ മൊഡ്യൂൾ 3, അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നല്ലേ മാം നല്ലത്? അപ്പൊ ഒത്തിരി കൂടെ കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നല്ലോ. അപ്പൊ ഒത്തിരി ലേറ്റ് ആവരുത്, കാരണം നമുക്ക് കോഴ്സ് തുടങ്ങി ഒരു 6 മന്ത് ആവുമ്പോഴേക്കും നമ്മൾ പാർട്ട് 3 ഇല്ലേ, മൊഡ്യൂൾ 1 അതായത് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് അതിലെത്തും. അതിന്റെ പാരലായിട്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കലും തുടങ്ങും. പക്ഷെ ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഡെയിലി നമ്മൾ ഓരോരോ പ്രാക്ടിക്കൽ അങ്ങ് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തങ്ങ് പോവാം. അതാ മാം, കാരണം നമുക്ക് അതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് ചെല്ലുമ്പോഴേ കുഞ്ഞുങ്ങളെ അതൊക്കെ ചെയ്യിപ്പിക്കുക, അവരെ എൻഗേജ് ആക്കായിരുന്നു. അപ്പൊ ഒന്നും അറിയാതെ അങ്ങ് ചെന്ന് കഴിഞ്ഞാലേ. അതെ ഇപ്പൊ നിങ്ങളിപ്പോ മെറ്റീരിയൽസ് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങിയില്ലേ? പറഞ്ഞ നമുക്ക് ജോമെട്രിക്കൽ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് അങ്ങനെ കുത്തി വരപ്പിച്ച് സ്ക്രിബിൾ ചെയ്ത് നമുക്ക് ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചോളൂ. ഇപ്പൊ കളർ കാർഡ്സും കളർ ടാബ്ലറ്റ്സും ഉണ്ടാക്കി വെക്കാം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പോവുകയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാം. കാരണം ഈ മാസം എന്തായാലും പറ്റില്ല, കാരണം കുട്ടികളൊക്കെ വന്ന് കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലൊക്കെ ആവുമ്പോഴേക്കും ഓണപ്പരീക്ഷയ്ക്ക് മുമ്പ്, കാരണം പരീക്ഷാ ടൈമും ആനുവൽ ഡേ അങ്ങനെയുള്ള ടൈമൊക്കെ ഒഴിവാക്കുക. കാരണം പരീക്ഷാ ടൈമിൽ ചെന്നാൽ നിങ്ങളെ കൊണ്ട് എക്സാം ഡ്യൂട്ടി ചെയ്യിക്കും. ആനുവൽ ഡേക്ക് ചെയ്യുമ്പോൾ ആനുവൽ ഡേക്ക് വേണ്ടി ഡാൻസ് പഠിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കാര്യമായി പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ടൈം നോക്കി, ഇങ്ങനെ പരീക്ഷ അല്ലാത്ത സമയം, ആനുവൽ ഡേ, സ്പോർട്സ് ഡേ, അങ്ങനത്തെ സ്പോർട്സ് ഒക്കെ പിന്നെ 2 ദിവസം കൊണ്ടൊക്കെ അങ്ങ് തീരും. ആനുവൽ ഡേക്കാണല്ലോ പ്രാക്ടീസ് മാസങ്ങളോളം നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ നോക്കി ഒന്ന് ചെയ്യാം. ഒരു ഓഗസ്റ്റ് ഓണപ്പരീക്ഷയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ചെന്നിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിലെ മറ്റത് ബാച്ചുകൾക്കൊക്കെ പാർട്ട് 3 ആവുമ്പോഴാണ് നമ്മളിത് തുടങ്ങാറുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഇത് തോന്നി അവർക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പലതും ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും, കോൺഫിഡന്റ് ആയിട്ട്. മിസ്സേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പം നമ്മുടെ ഈ ബാച്ച് എല്ലാവരും ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കണോ പോവേണ്ടത്, ഈ ബാച്ചിലുള്ളവര്? ഞാൻ ആ ഒരു ടൈം ഒരു ആപ്റ്റ് ടൈം ആയതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. കാരണം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആനുവൽ ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ പിന്നെ ക്രിസ്മസ് എക്സാമിന് മുമ്പ് പോകണം. ക്രിസ്മസ് എക്സാമിന്റെ ടൈമൊക്കെ ആകുമ്പോൾ എക്സാം കഴിയുന്നത് ആനുവൽ ഡേയുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് പോകും. എല്ലാരും ഒരുമിച്ച് പോകുന്നത് ചിലപ്പോൾ നടക്കുമോന്ന് അറിയില്ലല്ലോ, അല്ലെ? ചിലര് കോഴ്സ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാവും. കോഴ്സിന്റെ ഒപ്പം ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. കോഴ്സ് കഴിയുന്നതിന് മുന്നേ നമ്മളിത് ചെയ്യണം എന്നുണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ അങ്ങനെയാണ്. പിന്നെ സാർ അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നില്ല, കാരണം ഓൺലൈൻ ആയതുകൊണ്ട് അത് എപ്പോഴാണോ സൗകര്യപ്പെടുക അപ്പൊ ചെയ്താൽ ഇത് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പോലും നമ്മുടെ ഇതിൽ പറയുന്നില്ല. കാരണം പലരും ഈ ഓൺലൈൻ കോഴ്സിൽ ചേരുന്നത് ഓഫ്ലൈനിലെ കുറെ കമ്പൽസറി കാര്യങ്ങൾ ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ടീച്ചർ ആദ്യം ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം പോയിട്ട് ഓഫ്ലൈൻ ആയിട്ട് നേരിട്ടുള്ള ഗ്രൗണ്ട് ലെവലിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഇതിനെ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ അവിടെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് മാം, എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ജോയിൻ ചെയ്തത് പറഞ്ഞു. ഇവിടെയും ഉണ്ട്. അപ്പോ ഈ കോഴ്സിന് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, അതുകൊണ്ട് നല്ലപോലെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറയും. അതെനിക്ക് മനസ്സിലായി, അതുണ്ടെങ്കിലേ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോയി ഇരിക്കണമല്ലോ ഫുൾ ഡേ, അതും ഒഴിവാക്കാലോ എന്ന് വെച്ചിട്ടാണ് ഓൺലൈൻ ചേർന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഓൺലൈനിലാണെങ്കിലും നിങ്ങൾക്ക് ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, മാക്സിമം എഫേർട്ട് എടുക്കുന്നത്. ഇവിടെ എക്സാം ആഗസ്റ്റ് 6 ആകുമ്പോ ഓണം പരീക്ഷ തുടങ്ങും. ഓഗസ്റ്റ് 6 ആണോ? അങ്ങനെ പറഞ്ഞു.
ഒന്നുമില്ലെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഓണം എക്സാമിന് കുറച്ച് മുന്നേ തന്നെ ശരിയാണ്. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ. ഇപ്പം നമ്മളിപ്പോ എടുക്കുമ്പോൾ തുടക്കത്തിലേ തന്നെ മോണ്ടിസോറി മെത്തേഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അപ്പൊ പാർട്ട് 3 വരെയും വെയിറ്റ് ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ. അങ്ങനെ പോകുമ്പോ തന്നെ ID കാർഡ് എക്സാം ആകുമ്പോഴല്ലേ അവൈലബിൾ ആവുള്ളൂ? ID കാർഡിന്റെ കാര്യം ഒന്ന് PROയെ കോൺടാക്ട് ചെയ്യണേ. അതെങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊന്ന് ചോദിക്കും. അതിനെപ്പറ്റി നല്ലൊരു ധാരണയില്ല. സ്കൂളിൽ പോയി അന്വേഷിക്കുമ്പോഴേ ID കാർഡ് വെച്ചിട്ട് വേണ്ടേ പോവാൻ, ഇന്ന സ്ഥലത്ത് പഠിക്കുകയാണ് പറയാൻ? ചിലര് പറയാറുണ്ട്, ശരി, ചില സ്കൂളിൽ നിന്ന് അത് ചോദിക്കും. കാരണം നമ്മുടെ ഒരു ഐഡന്റിറ്റിയും കൂടെ നമ്മളവിടെ പഠിക്കുവാണെന്നുള്ളതിനെ. പിന്നെ അത് മാത്രമല്ല, ഒരു ലെറ്റർ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തരും കേട്ടോ, ആ ഒരു സ്കൂളിലേക്ക് തരും. മാം ഞാൻ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിക്ചർ കാർഡ് പിന്നെ വേർഡ് കാർഡ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, കാണിക്കാനാണോ? അതെ, കാണിക്കൂ. മാം, ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ ചോദിച്ചു വന്ന് ട്രെയിനിങ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആ സ്കൂളിലോട്ട് സ്മാർട്ട് സ്ട്രീന്ന് ലെറ്റർ അയക്കും, അങ്ങനെയാണോ? ലെറ്റർ അയക്കുന്നല്ല, ആ സ്കൂളിനെ അഡ്രസ് ചെയ്തിട്ട് നമുക്കൊരു സോഫ്റ്റ് കോപ്പി അയച്ചു തരും. അപ്പൊ അത് പ്രിന്റ് എടുത്ത് നമ്മളത് ആ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു അവര് പെർമിറ്റ് ചെയ്തു എന്ന് വരുമ്പോഴാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പായിട്ട് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, ലെറ്റർ. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു അറ്റൻഡൻസ് ഷീറ്റും തരും സ്മാർട്ട് സ്ട്രീന്ന്. നമ്മള് മോർണിംഗ് സെഷനും ആഫ്റ്റർനൂൺ സെഷനും അവിടെ പ്രസന്റ് ആയിരുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു സ്റ്റാഫ് ഇനീഷ്യലി ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റൻഡൻസ് ഷീറ്റ് തരും. പിന്നെ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന്റെ നമ്മൾ അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഈ ഏരിയകളിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഷീറ്റും കൂടെ തരും. അപ്പൊ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന് മാർക്ക് ഇടും. ഓക്കെ. ഇപ്പൊ നമ്മൾ ചെന്ന് ചോദിച്ച് അവര് സമ്മതിച്ച് ട്രെയിനിങ് ചെയ്തോണം. അപ്പൊ നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകണം അവിടെ ഏൽപ്പിക്കണം അല്ലേ? ഓക്കെ ഓക്കെ. പിക്ചർ കാർഡ്. ഓക്കെ, തന്നെ വരച്ചതാണോ? അതെ. വെരി ഗുഡ്. പിന്നെ ഇത് വേർഡ് കാർഡ്സ്. വേർഡ് കാർഡ്സ്. കളേഴ്സ്. ഓക്കെ, ഗുഡ്. മിസ്സേ, ഞാൻ ഇവിടെ ഒരു മോണ്ടിസോറി സ്കൂളിൽ ചോദിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ ട്രെയിനി ആയിട്ട് വന്നോട്ടെ. അപ്പൊ അവരുടെ കയ്യിൽ ഈ അപ്പാരറ്റസ് ഇങ്ങനത്തെ കാര്യങ്ങൾ വർക്ക് ചെയ്തതൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് തരുമായിരിക്കും, അതോ നമ്മൾ ചെയ്തത് തന്നെ നമ്മൾ കൊണ്ടുപോയി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതുണ്ടല്ലോ, അത് തന്നെ കൊണ്ടുപോയി നമ്മുടെ ഒരു ഐഡിയയിലാണോ ഈ ക്ലാസ് ഒക്കെ എടുക്കേണ്ടത്? മെറ്റീരിയൽസ് തരാനാണ് ചാൻസ്. കാരണം അവരുടെ കയ്യിൽ വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തതാണല്ലോ. നമ്മൾ അതിന്റെ ഒരു ചിലതിന്റെയൊക്കെ റിപ്ലിക്കാണല്ലോ ഉണ്ടാക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കുറച്ചൊരു ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഇത്. അപ്പൊ എന്തുകൊണ്ടും അവിടെ ക്ലാസ് എടുക്കുമ്പോൾ അവരത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അവർ പ്രൊവൈഡ് ചെയ്യും. അത് നമുക്ക് നോക്കാം അവരെങ്ങനെ ചെയ്യുന്നത്. പിന്നെ അല്ലാതുള്ളതാണ് നമ്മൾ ക്രിയേറ്റീവായിട്ട് കാണിക്കേണ്ടത്. അതായത് ചിലപ്പോൾ കുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്യേണ്ടവരും, ആക്ഷൻ സോങ് പോലുള്ള കാര്യങ്ങൾ, സ്റ്റോറി നറേഷൻ, അതൊക്കെ നമ്മുടെ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി മെറ്റീരിയൽസ് അവിടെ തന്നെയായിരിക്കും അവർ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത സ്കൂളുകളിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. എത്ര നാൾ എടുക്കണം? 1 month വേണോ, അതോ എത്ര ടീച്ചിങ് പ്രാക്ടീസ് എത്ര ദിവസമാണ്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ 10 to 15 days മതി. പിന്നെ ചില സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവരെ റിക്വസ്റ്റ് ചെയ്യും കുറച്ച് ദിവസം കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാമോ. മിക്ക സ്കൂളുകളിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ആയിരിക്കും ഏതെങ്കിലും ഒരു ടീച്ചർ നമ്മൾ വരാൻ നോക്കിയിരിക്കണം ലീവ് എടുത്ത് പോകാനായിട്ട്. അപ്പൊ പലരും ആ ലീവ് വേക്കൻസിയിൽ അങ്ങോട്ട് വർക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ 3 months ഒക്കെ അങ്ങനെ വരും. നിങ്ങൾക്ക് തോന്നുവാണ് ഇറ്റ്സ് ഇനഫ് ഫോർ മീ, ഇത്ര ദിവസം ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി, നിങ്ങൾക്ക് നിർത്താം. അതല്ല എനിക്ക് കുറച്ച് പ്രാക്ടീസും കൂടെ വേണം, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവരോട് ചോദിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ചില സ്കൂളുകാർ പറയും ഇത്ര ദിവസം പോരെ നിങ്ങൾ ചോദിക്കും, എത്ര ദിവസം വേണമെന്ന് ചോദിക്കും. നമ്മുടെ ഒരു കൺസേൺ അവർ കാണിക്കാറുണ്ട്. ചിലർ പറയും ഇത്ര ദിവസമേ പറ്റുള്ളൂ എന്ന് പറയും. അതൊക്കെ ഡിപ്പെൻഡ്സ്, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം.
ഓക്കെ മിസ്. അവിടെ ചിലരൊക്കെ 3 മന്തും 2 മന്തൊക്കെ നിൽക്കുന്നവരുണ്ട് ട്രെയിനീസ് ആയിട്ട്. അതുകൊണ്ട് ചോദിച്ചാ. താങ്ക് യു. ചിലപ്പോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയും, അങ്ങനെ വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ പേയ്മെന്റ് അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ ഓക്കെ. ഇതൊന്നും ചോദിക്കാൻ വന്നത്, നമ്മളോട് ഇനി നമ്മുടെ പഠിപ്പീരൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞാലോ? അങ്ങനെ പറയും. ഇപ്പൊ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോ അങ്ങനെ നല്ലൊരു പ്രൊഫൈലിലുള്ള സ്കൂൾ തിരഞ്ഞെടുക്കുക. നമുക്ക് അവിടെ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഏതെങ്കിലും ഒരു എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടട്ടെ. അതെ അതെ അതെ. ഏതെങ്കിലും എവിടെയെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതല്ല, സെലക്ട് ചെയ്യുന്ന സ്കൂള് നമ്മളിപ്പോ ബയോഡേറ്റയിൽ നോട്ട് ചെയ്യുവാണെങ്കിലും അതൊരു ഹൈ പ്രൊഫൈൽ നല്ലൊരു സ്കൂളിൽ എന്നുള്ള രീതിയിൽ കാണുവാണെങ്കിൽ, നമ്മുടെ ഒരു ട്രെയിനി 2 രീതിയിൽ ചെയ്തിരുന്നു. ഒന്ന്, പ്രൊഫൈലില് ഒരു നല്ല സ്കൂളിൽ ചെയ്തു, അല്ലെങ്കിൽ ആ സ്കൂളിൽ ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ എന്നെ വിളിക്കണം, ആ രീതിയിൽ എനിക്ക് അവിടെ പെർഫോം ചെയ്യണം, ആ രീതിയിൽ ഒരു സ്കൂൾ സെലക്ട് ചെയ്തു. അതുകൂടാതെ സർവീസ് എന്നുള്ള രീതിയിൽ ആ കുട്ടി സമയം കിട്ടുമ്പോഴൊക്കെ ബഡ് സ്കൂളിലും പോകുമായിരുന്നു. അവിടെ പോയും അവരെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അത് കുറെ നമ്മൾ പഠിക്കും. കാരണം ബഡ് സ്കൂൾ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ചലഞ്ചസ് അനുഭവിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, സെൻസോറിയൽ മോണ്ടിസോറി മെത്തേഡിലെ കുറെ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവരിലെ മാറ്റങ്ങൾ നല്ല പ്രകടമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പിടികിട്ടും, മനസ്സിലാവും. അവരെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ ചെയ്യുവാണല്ലോ, അതിന്റെ ഒരു സന്തോഷം. അവിടെയെല്ലാം കിട്ടുമല്ലേ മാം? അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികള്. ഞാൻ കാർഡ്സ് ചെയ്തായിരുന്നു. അത് കാണിച്ചോട്ടെ. കാണിക്കൂ. 2 പേരും ഉണ്ടോ? ശരണ്യ മുബഷിറയുണ്ട്. ടൊമാറ്റോ. യെസ്, വെരി ഗുഡ്. ഇത് വേർഡ്. ബുക്സ്, ഫ്ലവർ, പിന്നെ ട്രയാങ്കിൾസ് ഇങ്ങനെയാണോ ചെയ്തുണ്ട്? മതി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. യെസ്, വെരി ഗുഡ്. മാം, ഞാൻ ട്രയാങ്കിൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് കളർ ചെയ്തിട്ടില്ല. അതൊന്ന് ചെറിയൊരു പെൻഡിങ് ഉണ്ട്. ഓക്കെ ഓക്കെ. കളർ പേപ്പർ വാങ്ങിച്ച് ഒട്ടിക്കാനല്ലേ ഉദ്ദേശിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് മറ്റേ പെയിന്റ് ഇല്ലേ, എന്താ പറയാ, നമ്മള് ഈ ബോട്ടിലിനൊക്കെ പെയിന്റ് കൊടുക്കും, ആ പെയിന്റ്. സ്മാൾ ആയിട്ടുള്ളത് ഇത്ര ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. നമ്മൾ ഈ ട്രയാങ്കിൾ ഒക്കെ ഏത് ക്ലാസ്സിലാണ് പ്രസന്റ് ചെയ്യേണ്ടത്? കുഞ്ഞു പിള്ളേർക്ക് ഇത് മനസ്സിലാവോ ട്രയാങ്കിൾ കാണിച്ചു കൊടുത്താ? അവർക്ക് ആ ഷേപ്പ് അവർ ട്രേസ് ചെയ്തോളൂ, ഔട്ട്ലൈൻ വരയ്ക്കാലോ. പുള്ളിയും കുത്തൊക്കെ ചെയ്തൂടെ കുട്ടികൾക്കൊന്നും കൂടി അട്രാക്ട് ആവാൻ വേണ്ടിട്ട്? അതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കള്. കുഴപ്പമില്ല. ഓക്കെ. ശരണ്യല്ലേ പിന്നെ പറഞ്ഞത്? യെസ് മാം. കാണാമോ ആപ്പിൾ? പിക്ചേഴ്സ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു അല്ലേ? അതെ മാം. എലിഫന്റ് അത് ഇച്ചിരി കൂടിപ്പോയി, ചെയ്തപ്പം 5 കൂടുതലായി പോയി. അങ്ങ് ചെയ്തപ്പോ ഒരു എല്ലാം ലോട്ടസ്. ഇനി കളർ കാർഡ്. ഷേപ്സ് വരച്ചിട്ട് കളർ. പേപ്പറാണോ അതോ കളർ ചെയ്താണോ? ഇത് പേപ്പർ വെട്ടി ഒട്ടിച്ചേക്കുന്ന കളർ പേപ്പർ. മനസ്സിലായി. റോസ്, ബ്ലാക്ക്, ഇത് യെല്ലോ, ഇത് ഗ്രീൻ. ഇനി കാർഡ്സ്, ബുക്സ്, ആപ്പിള്, എലിഫന്റ്, ഫ്ലവർ, ഫിഷ്, പിന്നെ ട്രയാങ്കിൾസ് ഒന്നും.
ലാർജും സ്മോൾ. ഈ രീതിയിൽ എല്ലാരും ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് പോയാൽ മതി. അവസാന നിമിഷം ചെയ്യാൻ വെക്കാതെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതൊന്ന് ചെയ്ത് വെച്ചാൽ ഞാനും കൂടി കാണിച്ചു കൊടുത്തേ. എല്ലാരും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണല്ലോ എല്ലാം ചെയ്തേക്കണേ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത്. അരച്ചതാണോ? ഓക്കെ ഫൈൻ. നമുക്ക് റെക്കോർഡിന്റെ ഡീറ്റെയിൽസിൽ 10 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് ബാക്കിയും കൂടെ പറയാം. ഞാൻ എവിടെ വരെ പറഞ്ഞു? ഇല്ല. Give color to the picture using crayons. ചുമ്മാ ഒരു പിക്ചർ തന്നിട്ട് അത് കളർ ചെയ്യാൻ, അതല്ലേ ഉദ്ദേശിച്ചേ? അതന്നെ. ഇനി ഫൈൻഡ് ഓൾഡ് വൺ. നമ്മുടെ കുട്ടികളുടെ ഒബ്സർവേഷൻ, അവര് ചുറ്റും കാണുന്ന സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് എൻവിയോൺമെന്റുമായിട്ട് അവർ കണക്റ്റഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഫൈൻഡ് ഓൾഡ് വൺ. ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് ചെയ്തത്. ഞാൻ ചെയ്തത് ടോയ്ലറ്ററി ആക്സസറീസ്, ബക്കറ്റ്, ടവൽ, അങ്ങനെ സോപ്പ് അങ്ങനെ വെച്ച് അതിന്റെ ഇടയിൽ ഒരു നോട്ട്ബുക്ക് വെച്ചു. അപ്പൊ അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് നോട്ട്ബുക്കിനെ അവർ പിക്ക് ചെയ്യും അല്ലെ. അതുപോലെ നിങ്ങൾക്ക് എന്തും ചെയ്യാട്ടോ. ഫ്രൂട്ട്സ് വെച്ചിട്ട് 3-4 ഫ്രൂട്ട്സ്, അതിന്റെ ഇടയിൽ ഒരു ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഡ് വൺ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ലീഫ് വെച്ച് കഴിഞ്ഞാൽ ഓഡ് വൺ. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഏതൊക്കെ കോമ്പിനേഷൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ അതെല്ലാം ചെയ്യാം. റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ റെക്കോർഡിൽ ഒരെണ്ണം കൊടുത്താൽ മതി. റെഫറൻസിന് വേണ്ടിയിട്ട് ഒരെണ്ണം കൊടുത്താൽ മതി കേട്ടോ. ക്ലിയർ ആയോ ആ ആക്ടിവിറ്റി? അത് ടിക്ക് ചെയ്യണോ നമ്മള്? ചെയ്യണ്ട. ഇത് നമുക്കൊരു റെഫറൻസ് ആണ്. നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ പലതും കൊണ്ടുപോകാം. അപ്പൊ തന്നെ നമ്മൾ കാർഡില് പല പല പിക്ചേഴ്സ് വരച്ചിട്ടില്ലേ, അത് തന്നെ മതി നമുക്ക്. സെപ്പറേറ്റ് ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനകത്ത് ഫ്രൂട്ട്സ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ പലതും ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ ആക്ടിവിറ്റി ചെയ്യിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പ്രത്യേകം വരച്ച് സെപ്പറേറ്റ് ഉണ്ടാക്കണ്ട. അപ്പൊ ഒന്നിൽ തന്നെ നമുക്ക് പലതും ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അത് നമ്മൾ വരയ്ക്കല്ലേ വേണ്ടേ? വരയ്ക്കോ, പിക്ചേഴ്സ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഒരു കാർഡ് ബോർഡിൽ ഒട്ടിക്കോ, അങ്ങനെ എങ്ങനെയായാലും മതി. അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ ഓരോ സെഷനായിട്ട് തിരിച്ചിട്ട് അത് വരച്ചിട്ട് അത് അങ്ങനെ കൊണ്ടുപോയി ഓരോ സെഷന്റെ കുട്ടികളെ കൊണ്ട് കണ്ടുപിടിപ്പിക്കോ, എന്തെങ്കിലും ചെയ്താൽ മതി. അല്ല, റെക്കോർഡ് ബുക്കിൽ വരക്കണം വേണ്ടേ? റെക്കോർഡ് ബുക്കിൽ വരയ്ക്കോ പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോ എളുപ്പമായിട്ട് വരയ്ക്കാൻ തോന്നിയതുകൊണ്ട് പറ്റിയതുകൊണ്ട് ഞാൻ ഇതങ്ങ് വരച്ചു വെച്ചേ ഉള്ളൂ. ഈ പിക്ചേഴ്സ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഒന്നുകൂടെ കാണിക്കാവോ മാം ആ പിക്ചർ? എനിക്ക് അത്ര നല്ലതൊന്നുമല്ല, ഞാൻ ചുമ്മാ വരച്ചതാ. കണ്ടാ മനസ്സിലാവണം കേട്ടോ വരയ്ക്കുമ്പോ. അത്രേ ഉള്ളൂ, കുട്ടികൾക്ക് പിടികിട്ടണം. അത്രേ ഉള്ളൂ. എഴുതി വെച്ചാലും മതി. ഓക്കെ ഓക്കെ. അടുത്തത് നോർമൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും അവർക്ക് കൊടുക്കുക, കുറച്ച് വലിപ്പത്തില്. എന്നിട്ട് അത് കളർ ചെയ്യാനായിട്ട് കൊടുക്കുക. നമുക്കിങ്ങനെ സ്റ്റെൻസിൽ പോലെയൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് വെച്ച് ട്രേസ് ചെയ്താലും മതി. നിങ്ങൾ തന്നെ പല കാർഡിലും നല്ല വലുതായിട്ട് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്.
ലെറ്റേഴ്സ് അതിന്റെ പേരൊക്കെ അതുപോലെയുള്ള രീതിയിൽ വലിപ്പത്തിൽ ഇതുപോലെ ആൽഫബറ്റ്സും നമ്പേഴ്സും പ്രൊവൈഡ് ചെയ്യുക, കുട്ടികൾക്ക് കളർ കൊടുക്കുക, അവരത് കളർ കൊടുത്തോളും. കളർ പെൻസിലോ ക്രയോൺസോ എയർ പേസ്റ്റൽസോ എന്താ സൗകര്യം എന്ന് വെച്ചാൽ അത് കൊടുക്കുക. ക്ലിയർ ആയില്ലേ? അടുത്തത് ഷോ ദ വേ, അതായത് വഴി കണ്ടുപിടിക്കാൻ. ഞാനിവിടെ ഒരു പപ്പി അതിന്റെ കെന്നൽ അതിന്റെ കൂട്ടിലേക്ക് എത്താനുള്ള വഴി കാണിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ആ നടുക്കുള്ളത് ഞാൻ ചുമ്മാ സ്പൈറൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു. ചില വഴികളൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്തു, ഒരെണ്ണം സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം അങ്ങ് ഓപ്പൺ ചെയ്തു വെച്ചു. ഇത് ആദ്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളത് കൊടുക്കണം കേട്ടോ. ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും കുറേ സമയം എടുക്കും. അത്രക്കുള്ളതൊന്നും കൊടുക്കാനുള്ള പ്രായം നമ്മുടെ കുട്ടികൾക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം സിമ്പിൾ കൊടുക്കുക. കുറെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാം, ഇത്തിരി ഒരു ടഫ് ഉള്ളത് കൊടുക്കുക. കാരണം അവരത് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും സിമ്പിൾ അല്ലല്ലോ കുട്ടികൾ പഠിക്കുന്നത്, അവർ പഠിച്ച് കോംപ്ലിക്കേറ്റഡിലേക്ക് അവർ പോകണം. അപ്പൊ സിമ്പിൾ വൺ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവർക്ക് കോംപ്ലിക്കേറ്റഡ് അനലൈസ് ചെയ്യാൻ അവർക്ക് ആ ഒരു ഐഡിയ അവർക്ക് കിട്ടിക്കൊള്ളും. മനസ്സിലായോ? അടുത്തത് റിവേഴ്സ് കളറിങ്. കുറച്ചു മുമ്പ് നമ്മൾ ആൽഫബറ്റ്സും ഡിജിറ്റ്സും നമ്മൾ കൊടുത്തിരുന്നു അല്ലെ കളർ ചെയ്യാനായിട്ട്. ഇവിടെയും ആൽഫബറ്റ്സും ഡിജിറ്റ്സും തന്നെയാണ്, പക്ഷെ അതിന്റെ ബാക്കി പോർഷൻസ് ആ ആൽഫബറ്റ്സും ഡിജിറ്റ്സും ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഷെയ്ഡ് ചെയ്തേക്കുക. വൈറ്റ് പാർട്ടിൽ കാണുന്നത് മാത്രമാണ് ആൽഫബറ്റ്സും ഡിജിറ്റ്സും. കുട്ടികൾ അത് നോക്കി കറക്റ്റ് പുറത്തേക്ക് കളർ ചെയ്യാത്ത രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഓരോ ലെറ്ററിന്റെയും ഓരോ നമ്പറിന്റെയും ഇമേജ് അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ആകും. പിന്നീട് എഴുതുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഡ്രോയിങ് എന്നുള്ള കൺസെപ്റ്റാണ് ആദ്യം കിട്ടുന്നത്. അതാണ് ഇവരെ നമ്മൾ അക്ഷരങ്ങളും നമ്പേഴ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവർ പറയണത് ഞാൻ എ വരച്ചു, ബി വരച്ചു, എഴുതി എന്നുള്ളത് അപ്പോഴും അവർക്ക് ആവണില്ല. അവർ വരച്ചു എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർക്ക് വരുന്നത്. അതാണ് ഡ്രോയിങ്ങിലൂടെ നമ്മൾ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കളറിങ്ങിലൂടെ ഡ്രോയിങ്ങിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഈ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം ഒരു പിക്ചർ വരച്ചിട്ടുണ്ടാകണം, അതിന്റെ താഴെ ഒരു 3 or 4 ഷാഡോ, അതുമായിട്ട് സാമ്യം തോന്നുന്ന ചെറിയ വ്യത്യാസങ്ങളുള്ളതും ഒരേപോലെ ഇരിക്കുന്നതുമായിട്ടുള്ള ഷാഡോ കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. ഞാൻ ഇവിടെ ഒരു കൈറ്റാണ് വരച്ചത്. ഇനി നെക്സ്റ്റ് വൺ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും ടോപ്പില്. അത് മുഴുവനോടെയുള്ള പിക്ചേഴ്സ് ആയിരിക്കും കേട്ടോ, പാർട്സ് ഒന്നുമല്ല, ഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ്. ഇനി ആ 3 പിക്ചേഴ്സിന്റെ താഴെ അതിൽ മുകളിലുള്ള ഏതോ ഒരു പിക്ചറിന്റെ എന്തോ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക. ഞാനിവിടെ 2 ബേർഡ്സും ഒരു ഫിഷുമാണ്. താഴെ ഒരു മത്തിന്റെ കാല് കൊടുത്തിട്ടുണ്ട്, അത് ഏതോ ഒരു ബേർഡിന്റെ കാലുമായിട്ട് മാച്ചാണ്, അത് കണ്ടുപിടിക്കുക. അതാണ് ഞാൻ കൊടുത്തത്. ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഇപ്പൊ 3 ബേർഡ് അല്ലെങ്കിൽ 3 അനിമൽസ് എന്തെങ്കിലും കൊടുത്തിട്ട് ഓരോന്നിന്റെയും പാർട്സ് താഴെ കൊടുക്കട്ടെ, എന്നിട്ട് ഏതിന്റെ ഏതാണെന്ന് അങ്ങനെയും ചെയ്യിച്ചൂടെ എന്ന് ചോദിച്ചു. അതും ചെയ്യിക്കാം. അത് മനസ്സിലായോ? ഇവിടെ ഒന്നിന്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ കുട്ടീനോട് ചോദിച്ചത് എല്ലാത്തിന്റെയും എന്തെങ്കിലും ഒരു പാർട്സ് കൊടുത്തിട്ട് എല്ലാമായിട്ട് കണക്ട് ചെയ്യട്ടെ, ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ അങ്ങനെ ചെയ്യിക്കട്ടെ എന്ന് ചോദിച്ചു. അതും ചെയ്യിക്കാം. നമുക്ക് ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയ വരും. നമ്മളിങ്ങനെ ഇതെല്ലാം നമ്മൾ തന്നെ ട്രൈ ചെയ്യുമ്പോൾ, നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചു നോക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. ആ കിട്ടുന്നതൊക്കെ ഈ ഉള്ള ക്വസ്റ്റ്യൻ അല്ലാതെ തന്നെ പേജ് ഇഷ്ടംപോലെ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റാറ്റസിൽ കണ്ടത്, ആളിപ്പോ ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂള് നടത്തുന്നുണ്ട്. സ്പ്രൗട്ട് ലാബ് എന്നാണ് അതിൽ കുട്ടികള് ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ആ സ്പേസ്. സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വിത്ത് ഇങ്ങനെ മുള പൊട്ടി സ്പ്രൗട്ട് ചെയ്യാം, അതിനൊക്കെ പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്റ്റേജും അത് തന്നെയാണല്ലോ. എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ആ കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്. ഒരു ദിവസം വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് എറണാകുളത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ല രസമായിട്ട് അവര് കളർ ചെയ്യുന്നു,
പല പല കാര്യങ്ങളും ഇതുപോലെ തന്നെ ഇങ്ങനെ കൈകൊണ്ടുള്ള ആക്ടിവിറ്റീസ് ആണ് മുഴുവനും അവിടെ വരുന്നത്. ഇതുപോലെ ഗോതമ്പ് മാവൊക്കെ ഇങ്ങനെ പല പല ഷേപ്സും ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ആക്കി എടുക്കുന്നതൊക്കെ, അതൊക്കെ എനിക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആണ്. ക്ലാസ്സിൽ വന്നു എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ. ബ്രെയിൻ എക്സസൈസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലുണ്ട്. അതായത് 2 കൈയും യൂസ് ചെയ്തിട്ട് ഒരേ പാറ്റേൺ അവരെ കുട്ടികളെ വരപ്പിക്കുക ഒരുമിച്ച്. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെ സർക്കിൾ പോലെ ഇങ്ങനെ വരയ്ക്കുക, നമ്മുടെ കൊതുകുതിരിയുടെ ഒരു ഷേപ്പ് ഇല്ലേ, അതുപോലെ ഇങ്ങനെ വരപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെ 2 കൈ കൊണ്ട് വരപ്പിക്കാം. അവർക്ക് ഒരു ടഫ് ആയിരിക്കും. കാരണം ഡോമിനന്റ് കൈ ചിലപ്പോൾ കുട്ടികൾക്ക് റൈറ്റ് ഹാൻഡ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഡോമിനന്റ് ആയിട്ടുള്ള കൈ കൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും. മറ്റേ കൈ നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യും അല്ലെ. നമ്മൾ എപ്പോഴും വാതിൽ തുറക്കുന്ന കൈ അല്ലാതെ മറ്റേ കൈ കൊണ്ട് നമ്മൾ വാതിൽ തുറക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്കൊന്ന് സ്ട്രഗിൾ ആവും. കാരണം അതൊരു എനർജി പവർ കുറവായിരിക്കും. നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റിന് ഇത് കുറവായിരിക്കും. അങ്ങനെ ഈ ഒരു എക്സസൈസ് ഇവര് ചെറുപ്പത്തിൽ ചെയ്യിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് നല്ല പോലെ പവർ കിട്ടും. ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി. അതൊക്കെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കണ്ടുപിടിച്ചോളൂ. കാരണം കുട്ടികളിലെ ചേഞ്ചസ് വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ലേണിങ്ങിന്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് തന്നെ നമ്മളിങ്ങനെ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അതൊക്കെ മാറിപ്പോകും. പലപ്പോഴും പാരന്റ്സ് ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കാം നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അതൊക്കെ പെട്ടെന്ന് അവർക്ക് മാറും. ഇനി നമ്മളൊരു പിക്ചർ കൊടുക്കും. ആ സെയിം പിക്ചർ തന്നെ എൻലാർജ് ചെയ്തിട്ട് വലിപ്പത്തിൽ വരയ്ക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു ബോക്സിലായിരിക്കും ആ പിക്ചർ കൊടുക്കുന്നത്. ആ ബോക്സിനെ 4 ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരു സ്ക്വയർ വീണ്ടും വരച്ച് 4 ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടി ഓരോ പാർട്ടീഷനിൽ ഓരോ പാർട്സിൽ കാണുന്നതിന് നോക്കി അതേ മെഷർമെന്റ് അനുസരിച്ച് ഇപ്പുറത്ത് വരയ്ക്കാനായിട്ട് എന്തായാലും ശ്രമിക്കും. അതൊക്കെ ഇവരുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ഒക്കെ കൂട്ടാനുള്ള ആക്ടിവിറ്റീസ്. എളുപ്പത്തിനൊരു സ്റ്റാർ വരച്ചു. കാരണം എനിക്ക് വലിയ പടങ്ങളൊന്നും വരയ്ക്കാനൊന്നും അറിയാത്തതുകൊണ്ട്. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പിക്ചേഴ്സ് ഒന്നും ആദ്യം കൊടുക്കാതിരിക്കുക. പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ഇപ്പൊ 4 പെറ്റൽസ് വരുന്ന രീതിയിൽ ഒരു പൂവോ അങ്ങനെയൊക്കെ ആകുമ്പോൾ 4 ഭാഗത്തും എന്തൊക്കെയാണ് വരേണ്ടതെന്ന് നോക്കി അവർ അതിനനുസരിച്ച് വരച്ചോളും. നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാകും. അത് ഈ ആക്ടിവിറ്റി ഇനി പറയാൻ പോകുന്ന ആക്ടിവിറ്റി കൊടുക്കേണ്ടത് എങ്ങനെയുള്ള കുട്ടികൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്പർ പഠിച്ചിട്ടുണ്ടാവണം. കൗണ്ടിങ് പഠിച്ച് നമ്പർ ഫെമിലറൈസേഷൻ. 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു, 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ മനസ്സിലാവുന്ന കുട്ടികളായിരിക്കണം. പിക്ചറിന്റെ പല പാർട്സിലും നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഓരോ നമ്പറിനും ഓരോ കളർ എഴുതിയിട്ടുണ്ടാവും. എഴുതുന്നത് വായിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയായിരിക്കണം. കളറും പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം. യെല്ലോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് യെല്ലോ കളറിലുള്ള ക്രയോൺസ് എടുത്ത് കളർ ചെയ്യാനായിട്ട് അതിന് പറ്റും. ഒരു കുട്ടികൾ എന്നോട് പറഞ്ഞു, ഇത്രയും കൂടെ ചെറിയ കുട്ടികളാണ്, വായിക്കാൻ അറിയില്ലെങ്കിൽ ഇപ്പൊ കളറിന് പകരം ബോക്സ് വരച്ചിട്ട് ആ കളർ ഷെയ്ഡ് അതിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയും ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം, വായിക്കാറായിട്ടില്ലാത്ത കുട്ടികൾക്ക്. ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഒരു പിക്ചർ വരച്ചു. പിക്ചറിന്റെ പല പാർട്സിനും പല നമ്പർ കൊടുത്തു. 6 നമ്പറാണ് എനിക്കുണ്ടായിരുന്നത്. 6 നമ്പറിനും ഓരോ കളേഴ്സ് വെച്ചു കൊടുത്തു. ഇപ്പൊ നമ്പർ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ, എന്റെ പടം കണ്ടിട്ട് ചിരിക്കുവാണോ, നമ്പർ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കളർ ആണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ട് വരച്ചൊരു പടമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ടാവും. അതിന്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കുക. ഈ ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നമ്പറും കൂടെ നമ്മൾ കൊടുക്കണം. 4 ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ 4 ഡിഫറൻസസ്. 5 ആണെങ്കിൽ 5, 6 ഡിഫറൻസസ് ഉണ്ടെങ്കിൽ 6. ആ കറക്റ്റ് നമ്പർ പറയണം. അപ്പൊ നമ്മളും അങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ 5 ഡിഫറൻസസ് കണ്ടുപിടിക്കണം. നമ്മൾ 4 എണ്ണം കിട്ടിയിട്ട് 5ാമത്തെ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ശ്രദ്ധിച്ച് ആ പടം നോക്കും 5ാമത്തെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ കുട്ടികളും വളരെ ശ്രദ്ധയോടുകൂടിയും പിക്ചർ ശ്രദ്ധിക്കും. സ്മോൾ ഡീറ്റെയിൽസ് വരെ അവർ കണ്ടെത്തി മനസ്സിലാക്കി അവർ ആ ഡിഫറൻസസ് പറയും. ഞാനിവിടെ ടോം ആൻഡ് ജെറിയുടെ ചേസി ആ ഒരു ഫോട്ടോ എന്റെ ഫോണിന്റെ ടെക്സ്റ്റിൽ വന്നുകൊണ്ടായിരുന്നു. അതാണ്
അവിടെ വാലിലും കണ്ണിലും വയറിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്, കാലിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിനകത്ത് 4 ഡിഫറൻസസ് ഉള്ള പിക്ചർ ആയിരുന്നു. അപ്പൊ ഞാൻ 4 ഡിഫറൻസ് നേരെ ഞാൻ നിങ്ങൾക്ക് 5 എന്ന് തന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പിക്ചറിൽ എത്ര ഡിഫറൻസ് ഉണ്ടോ ആ നമ്പർ അവിടെ എഴുതണം കേട്ടോ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ് പറഞ്ഞ പോലെ ഓക്കെ അല്ലേ? ചെയ്യാലോ? പതുക്കെ പതുക്കെ അങ്ങ് ചെയ്തോ, റെക്കോർഡും അതിനൊപ്പം അങ്ങ് തീർന്നോളൂ. സമാധാനമായിട്ട് ലാസ്റ്റ് നമുക്ക് ഇരിക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ആവുമ്പോൾ ആകെ ഹറിബറി ആവും. നമുക്ക് എങ്ങാനും ഒരു പേഴ്സണൽ എമർജൻസിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ ഒരു കാര്യം, നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് അങ്ങ് പോകും, വീട്ടുകാരുടെ കാര്യത്തിന്. മാം ആ റിവേഴ്സ് കളറിംഗ് എന്തുവായിരുന്നു മാം? ആസ് പെർ ചിൽഡ്രൻസ് ഇമാജിനേഷൻ കളർ ദ വൈറ്റ് പാർട്ട് ഓഫ് ദ പിക്ചർ, അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ? അതൊരു പിക്ചർ തന്നിട്ടുണ്ടാകും. പിക്ചറിന് കുറച്ച് ഭാഗങ്ങൾ കളർ ചെയ്യാതെ ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാകും, ബാക്കി ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ചെയ്തത് ഇങ്ങനെയാണേ, വൈറ്റ് പാർട്ട് മാത്രം കളർ ചെയ്യാം. ഇപ്പം സാധാരണ കുട്ടികൾ ചെറുപ്പത്തിൽ ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്ത് കളർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നത് പിക്ചറിന്റെ ഔട്ട് സൈഡിലേക്ക് കളർ പോകും. അപ്പൊ വൈറ്റ് പാർട്ട് മാത്രം ശ്രദ്ധിച്ച് അവർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ആ ഒരു ശ്രദ്ധ, ഓറ പൊട്ടൻഷ്യൽ, കോൺസെൻട്രേഷൻ ഒക്കെ അവരിൽ വരും. പിന്നെ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു പിക്ചർ എടുക്കുവാണെങ്കിൽ, അതായത് ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ഇരിക്കുന്ന രീതിയിലുള്ള പിക്ചർ എടുക്കുവാണെങ്കിൽ ബട്ടർഫ്ലൈയെ കാണുമ്പോൾ അവർ കറക്റ്റ് ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെ കളറ് ഈക്വൽ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ ചുറ്റുപാടും ശ്രദ്ധിക്കുന്നുണ്ട്, ബട്ടർഫ്ലൈയെ കാണുന്നുണ്ട്, കാണുമ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ 2 സൈഡും ഒരേപോലെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കുട്ടിക്ക്. കുട്ടി അതല്ല പല പല കളർ കൊടുക്കുവാണെങ്കിൽ അവനെ തടയണ്ട, വെച്ച് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കളേഴ്സ് ആൻഡ് ഡ്രോ സെയിം, അത് ഏതായിരുന്നു മാം? അതിന്റെ താഴത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് രണ്ടും പറഞ്ഞില്ലല്ലോ. ലുക്ക് അറ്റ് ദ പിക്ചറും ഗീവ് കളർ ദ പിക്ചർ യൂസിങ് ക്രയോൺസ്, അത് രണ്ടും കൂടെ പറയാണ്ട്. ആണോ? ക്രയോൺസ് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിന് ശേഷമുള്ളത് പറയാൻ തുടങ്ങിയത്. ഇല്ലില്ല, അതിന് മുമ്പിട്ട് മാം നിർത്തി, അത് പിന്നെ പറയാന്ന് പറഞ്ഞായിരുന്നു. ഒരു പിക്ചർ തന്നിട്ടുണ്ടാകും, അതേപോലെ തന്നെ ആ പിക്ചർ ഇപ്പുറത്തേക്ക് വരയ്ക്കും. ഇത് തന്നതാണ് മാം. തന്നതാണോ? കാരണം അപ്പൊ ആ ഒരു വൃത്തത്തിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കും. എങ്ങനെ മാം അത്? ഒരു പിക്ചർ തന്നിട്ടുണ്ടാകും, സെയിം തന്നെ വരയ്ക്കണം. ഓ, അതിനകത്ത് കളങ്ങളൊന്നുമില്ല, ഒരു സാധാരണ ഒരു പിക്ചർ അതുപോലെ തന്നെ സെയിം വരയ്ക്കണം. എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇത് വരച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് ഏതെല്ലാം വരയ്ക്കാം. അപ്പൊ കുട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസിൽ തന്നെ, ഞാൻ ഇത്രയും സ്പേസേ കൊടുക്കുള്ളൂ, അത്രയും തന്നെ സ്പേസ് കൊടുക്കുള്ളൂ, അവിടെ തന്നെ അത് വരയ്ക്കാനായിട്ട് നോക്കും, ആ അളവിൽ തന്നെ വരയ്ക്കാൻ നോക്കും. പിന്നെ ഗീവ് കളർ ദ പിക്ചർ യൂസിങ് ക്രയോൺസ്, അത് സാധാരണ ഒരു പിക്ചറിനകത്ത് ക്രയോൺ യൂസ് ചെയ്ത് കളർ ചെയ്താൽ മതിയോ? എന്തെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യാം, കുറച്ചധികം വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക, അവരത് കളർ ചെയ്തോളൂ. ഓക്കെ മാം, ഓക്കെ. ഓക്കെ, ബാക്കി ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ, അത് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെ ഇങ്ങനെ ടൈംലി ചെയ്യുക കേട്ടോ, കാരണം വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഫൈൻഡ് ഓഡ് വൺ എന്താ മിസ്സേ? അഞ്ചു കൊടുത്തു. ഓഡ് വൺ കണ്ടുപിടിക്കുക, പക്ഷെ ഗ്രൂപ്പിൽ പെടാത്തത് അതില്ലേ? ഉച്ച സമയതുകൊണ്ട് എല്ലാരും ക്ലാസ്സിലേക്ക് ഉറങ്ങുകയാണ്. ഓരോന്ന് കഴിയുമ്പോ ഓരോന്നത് ഏതാന്ന് ചെയ്യുമ്പോ എനിക്ക് സംശയം. ഞാൻ വരച്ചത് ഇതാണേ, ബാത്റൂം ആക്സസറീസ്, ബാത്റൂമിൽ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതിൽ ഓട് വണ്ണായിട്ടുള്ളത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു ഫ്ലവർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കൊടുക്കാം, ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ലീഫ് കൊടുക്കാം, അങ്ങനെ ഗ്രൂപ്പിൽ പെടാത്തത് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.
സൈൻ ഔട്ട് ഞാൻ പറയാം. ഇന്ന് ക്ലാസ് എടുത്തിട്ടുള്ള ജിഷ മിസ്സിനും അതുപോലെ ശ്രദ്ധയോടെ ഇരുന്ന എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am.